ഹല്ലേലൂയ. പാരമ്പര്യത്തിന്റെ പെട്ടകം ഇന്ന് പകൽ പൊട്ടും കേട്ടോ. കടഭാരത്തിന്റെ പെട്ടകം ഇന്ന് പകൽ പൊട്ടും കേട്ടോ. രോഗത്തിന്റെ പെട്ടകം ഇന്ന് പകൽ പൊട്ടും കേട്ടോ. ഗ്ലോറി 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 ഗ്ലോറി. നിന്റെ മാനസിക മുറിവുകളുടെ പെട്ടകം ഇന്ന് പകൽ പൊട്ടും കേട്ടോ. ഇന്ന് പകൽ പൊട്ടും കേട്ടോ. എത്രയോ പെട്ടകം കൊണ്ട് ചലനിത് വന്നിട്ടുണ്ട്. ഇന്നെങ്കിലും ഒരു വിടുതൽ നടക്കുമോ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇന്ന് പകൽ പുറകിരിക്കുന്ന സഹോദരി, കൈവക്കിയ സഹോദരി, നിന്നോട് ദൂത്, നിന്റെ പെട്ടകം ഇന്ന് പകൽ പൊട്ടാൻ പോവാ. നിന്റെ പെട്ടകം ഇന്ന് പകൽ പൊട്ടാൻ പോവാ. പാരമ്പര്യത്തിന്റെ പെട്ടകം, തലവേദനയുടെ പെട്ടകം, തലവേദന, തലകറക്കം, നിനക്ക് ഉറക്കമില്ല. പെട്ടകം പൊട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കാഴ്ചപ്പാട് ബന്ധിച്ച പെട്ടകം പൊട്ടുന്നു. വെളിപ്പാടുകളെ ബന്ധിച്ച പെട്ടകം പൊട്ടുന്നു. നിന്റെ ശരീരത്തെ ബന്ധിച്ച പെട്ടകം പൊട്ടുന്നു. ഹല്ലേലൂയ. സാത്താന്റെ സീസൺ കഴിഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. സാത്താന്റെ തന്ത്രത്തിന്റെ സീസൺ കഴിഞ്ഞു. ഹല്ലേലൂയ. പെട്ടകത്തിന്റെ മൂടി പുറന്ന് ഒരു തലമുറ പുറത്തു വരുന്നു. പെട്ടകത്തിന്റെ മൂടി പുറന്ന് ഒരു തലമുറ ഇതിനകത്തുനിന്ന് പുറത്തു വരുന്നു. ആത്മാവുള്ളവൻ ആരാധിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. വെറുതെ ഇരിക്കല്. ആകെ കിട്ടുന്ന ചില മിനിറ്റുകളാ. അത് ഭയങ്കര വിലപിടിപ്പുള്ളതാ. ഹല്ലേലൂയ. കാലം കുറെ ആയില്ലേ. കാലുകെട്ടി, കണ്ണുകെട്ടി, കൈകെട്ടി, മൂടുകെട്ടി, കണ്ണുകെട്ടി, നാവുകെട്ടി, ശരീരം കെട്ടി, മനസ്സ് കെട്ടി, എല്ലാ കെട്ടും ഒറ്റ നിമിഷം കൊണ്ട് അഴിച്ചു കളയുന്ന അഭിഷേകം. നീ സങ്കടപ്പെടേണ്ടി വരത്തില്ല കേട്ടോ. നീ ദുഃഖിക്കേണ്ടി വരത്തില്ല കേട്ടോ. നീ നിരാശപ്പെടേണ്ടി വരത്തില്ല കേട്ടോ. നീ കരയേണ്ടി വരത്തില്ല കേട്ടോ. പെട്ടകത്തിന്റെ മൂടികളെ കെട്ടുപൊട്ടിയ ഒരു തലമുറ റോക്കറ്റ് പൊങ്ങുന്ന പോലെ പൊങ്ങുന്നല്ലോ. പോരാ. നീ ശരിക്കും ദൈവത്തെ സ്തുതിക്കണം. ഉറങ്ങാൻ വന്നതല്ല, ആരാധിക്കാൻ വന്നതാ. അല്ലെങ്കിൽ വാതുറ ദൈവത്തെ സ്തുതിച്ചോ. മദ്യപാനത്തിന്റെ മൂടി പൊട്ടുന്നു. സിഗരറ്റ് വലിയുടെ മൂടി പൊട്ടുന്നു. ചില പിന്മാറ്റത്തിന്റെ മൂടി പൊട്ടുന്നു. പൊട്ടുന്നു. ഹല്ലേലൂയ. കുരുക്കിനകത്ത് നിന്നെ പെണ്ണ് വിഷയം നിന്നെ അടച്ചിട്ട് നിന്നെ കുരുക്കിലാക്കാൻ നോക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ മൂടി പൊട്ടി പുറത്തു വരുന്നു. അടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. തൈറോയിഡിനെ മൂടി പൊട്ടാൻ പോവുക. തൈറോയിഡിന്റെ പെട്ടകം പൊട്ടാൻ പോകുന്നു. ഹല്ലേലൂയ. നീ ശ്വാസം മുട്ടി ലങ്സിന് കംപ്ലൈന്റ്. ഹല്ലേലൂയ. ഭയങ്കര വിടുതൽ നടക്കാമോ? പാസ്റ്റർ പറഞ്ഞതുപോലെ വചന ശുശ്രൂഷക്കിടെ ചില ഡെലിവറേഷൻ നടക്കാം. ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ലങ്സിന്റെ കംപ്ലൈന്റിൽ മാറാൻ പോവാ. നിന്റെ ശ്വാസം മുട്ടൽ മാറാൻ പോവാം. നീ പോലും അറിയത്തില്ല. നീ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഹല്ലേലൂയ വിമ്മിഷ്ടപ്പെട്ട ശ്വാസം ശരിയായ രീതിയിൽ പുറത്തേക്ക് വിടാൻ പറ്റാതെ വിമ്മിഷ്ടപ്പെട്ട് കരയുന്ന സഹോദര, ഇന്ന് പകൽ നിന്റെ ലെൻസിനെ സൗഖ്യമാക്കാൻ പോവാ. നിന്റെ ലെൻസിനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, കാൽവറിയുടെ കൊലക്കൽത്തി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ഹല്ലേലൂയ, ഞങ്ങളത് വിശ്വസിക്കുന്നു. വിശ്വസിക്ക. നിന്റെ ലെൻസിന്റെ പ്രശ്നം യേശു മാറ്റാൻ പോവാ ഇന്ന് പകൽ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അഭിഷേകം പ്രാപിച്ച നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ആത്മശക്തി പ്രാപിച്ച നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഒരു നാടിന് നിയമങ്ങൾക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഒരു പട്ടണ ഭൂതങ്ങൾക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു ജനറേഷൻ കേസുകൾക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഹല്ലേലൂയ. നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകം ഒതുങ്ങുന്നതല്ല, ഒതുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നിന്നെ ഒതുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒതുങ്ങിയെന്നൊക്കെ തോന്നാം, ഒതുങ്ങിപ്പോയെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, വെറുതെ തോന്നല. അത് വെറും തോന്നല. ഇന്ന് പകൽ തൂത്തുകളയണം. ഇന്ന് പകൽ തൂത്ത് കളഞ്ഞിട്ട് കർത്താവിനോട് പറയണം, ഒതുങ്ങാൻ വിളിച്ചതല്ല, ഒതുങ്ങത്തുമില്ല. ഞങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകം ഒതുക്കുന്നതല്ല.
ഒതുക്കുന്ന അഭിഷേകം അല്ല 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 അല്ല. ആരും മൗനമായിട്ടിരിക്കരുത്. എൻ്റെ കൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നോളാം. കാരണം ഇന്ന് പകൽ ദൈവപ്രവർത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ 4.5 വർഷമായി നിന്നെ ബന്ധിച്ച ബന്ധനങ്ങളെ അഴിച്ചു കളഞ്ഞിട്ട് നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം തീ പോലെ ആളി കത്താൻ പോവാ. നിന്റെ മേൽ കിടക്കുന്ന ദൈവശക്തി തീ പോലെ ആളി കത്താൻ പോവാ. ഹല്ലേലൂയ ഹല്ലേലൂയ. മോശക്കുഞ്ഞിനെ ഒതുക്കാൻ ഒത്തിരി നോക്കി. കുറേ ശ്രമിച്ചു. വീട്ടിനകത്ത് അമ്മ വിചാരിച്ചു ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയണമെന്നൊരു നിയമം തലയുടെ മുകളിൽ വാള് പോലെ കറങ്ങുമ്പോൾ ഹല്ലേലൂയ പ്രസവിച്ച അമ്മ വിചാരിച്ചു കരയാൻ പാടില്ല. കരഞ്ഞു കഴിഞ്ഞാൽ ആണിൻ്റെ ശബ്ദം കേട്ട ചിലപ്പോൾ അറിയും. ആൺകുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട ചിലപ്പം പരിചിതമായ ശബ്ദമാണെന്ന് മനസ്സിലാക്കി ആൺകുഞ്ഞ് ജനിച്ചെന്ന് നാട്ടുകാരറിഞ്ഞ് കയറി വന്ന് കുഞ്ഞിനെ കൊന്നുകളയും. അതുകൊണ്ട് അല്ലേ ആവോളം അമ്മ ഒതുക്കാൻ നോക്കി. പ്രൈസ് ഗാഡ് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വാളിൽ നിന്ന് രക്ഷിക്കാൻ അമ്മ നോക്കി. ആമേൻ പറയണം. ഹല്ലേലൂയ. ഞാൻ ഈ ഒതുക്കുക എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ ആവോളം അടക്കി വെച്ച് വാളിൽ നിന്ന് രക്ഷിക്കാൻ നോക്കി. അല്ലല്ലേ അവസാനം അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഇവിടെ നിൽക്കേണ്ട ആളല്ല. ഓ ഹല്ലേലൂയ. 4 ചുവരിനകത്ത് നിൽക്കേണ്ട ആളല്ല. അല്ല നിനക്കുള്ള ദൂത അങ്ങ് നിൽക്കേണ്ട ആളല്ല. ഹല്ലേലൂയ സ്തോത്രം. 4 അല്ലേലേ വാർഡിനകത്ത് ഒതുങ്ങേണ്ട ആളല്ല. അങ്ങനല്ല നിന്റെ വിളി, നിന്റെ നിയോഗം അതല്ല. അല്ലേലേ 4 ചുവരിനകത്ത് നിന്നെ ഒതുക്കാമെന്നൊക്കെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ചുമര് പൊട്ടി പുറത്തു വരുന്നൊരു അഭിഷേകം. സഹോദരന്മാരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. നിന്റെ മേലൊക്കെ കയറ് പൊട്ടിച്ച് വെളി വരുന്നത് പോലെ കഴിഞ്ഞ വർഷങ്ങളാൽ നിന്നെ ശരീരം കൊണ്ട് ബന്ധിച്ചത്, ആത്മാവിൽ ബന്ധിച്ചത്, നിന്റെ മാനസിക തലങ്ങളെ ബന്ധിച്ച ചില ചരടുകളെ പൊട്ടിച്ച് നീ ഈ പകൽ വെളിവരുകയാ. നീ വെളിവരുകയാ. കാരണം എന്താ പറയാ, നിന്നെ വിളിച്ചിരിക്കുന്ന വെളിയിലേക്ക് നീ കയറാൻ പോവാ. നിന്നെ വിളിച്ചിരിക്കുന്ന അഭിഷേകത്തിലൂടെ കയറാൻ പോവാ. നിന്നെ വിളിച്ചിരിക്കുന്ന ആത്മശക്തിയിലോട്ട് നീ കയറാൻ പോവാ. അങ്ങനെ ഒരു ശൈവ ശക്തിയിലേക്ക് നീ കയറാൻ പോവാ. ആമേൻ. ഈ കുഞ്ഞിനെ ആവോളം വന്ന വാളിനകത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടി ആവോളം ചുവരിനകത്ത് ഒതുക്കാൻ നടക്കത്തില്ല. അല്ലല്ലോ നടക്കത്തില്ല. അവസാനം അമ്മയ്ക്ക് മനസ്സിലായി ഇതിനകത്ത് നിന്ന വെട്ടുറപ്പാ. അതുകൊണ്ട് മാറ്റിയേക്കാന്ന് വിചാരിച്ചു. ഹല്ലേലൂയ മാറ്റിയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കിടക്കുന്ന ഒരു പെട്ടകം ഉണ്ടാക്കി പെട്ടകത്തിനകത്ത് വെച്ചിട്ട് ഞാങ്ങനെ കിടയിൽ കൊണ്ട് വെച്ചു. കീലും പശയും തേച്ച് അതിനകത്ത് വെച്ചു. കീലും പശയൊക്കെ തേച്ച് ഞങ്ങളുടെ പെട്ടകത്തിനകത്ത് കയറി ഒട്ടിച്ച് അതിനകത്ത് വെച്ചിട്ട് ഹല്ലേലൂയ. തോഴിമാർ വരുമ്പം അത് ആ കുഞ്ഞിനെ കാണുമെന്നോ അല്ലെങ്കിൽ തോഴിമാരിപ്പം വരും അതൊന്നും അറിയുകയില്ല. പക്ഷേ ഹല്ലേലൂയ രക്ഷിക്കാൻ പറ്റുന്നെങ്കിൽ രക്ഷിക്കട്ടെ എന്ന ഒരു നിയോഗത്തിലോ വിശ്വാസത്തിലോ കൊണ്ട് അതാ ഞങ്ങളുടെ ഇടയിൽ കൊണ്ട് ഇപ്പട്ടകം കൊണ്ട് തിരികെ വെച്ചു. ഒഴുകി പോയിട്ടൊന്നുമില്ല. അത് അവിടെ തന്നെ വെച്ചു. ഹല്ലേലൂയ. അപ്പം അതേ കിടക്കുന്നു. തോഴിമാർ കുളിക്കാൻ വന്നു, രാജ്ഞി കുളിക്കാൻ വന്നു. അപ്പം അതേ കിടക്കുന്നു. ആ പെട്ടകത്തിനകത്തൊരു കുഞ്ഞ് കരയുന്നത് പോലെ തോന്നിക്കാണും. അല്ലെ എന്തോ അതിനിടയ്ക്ക് നിൽക്കുന്നത് പോലെ തോന്നി. ഹല്ലേലൂയ. അതേ അകത്ത് കൊണ്ടുവന്ന് വിളിച്ച് ആ പെട്ടകം കൊണ്ട് കരയിലോട്ട് വെച്ചു. അത് തുറന്നപ്പോൾ സുന്ദരൻ എന്നൊരു കുഞ്ഞ്. പൗലോസ് പറയാണ് ഹല്ലേലൂയ സ്തോത്രം, ശിശു സുന്ദരൻ എന്ന വിശ്വാസത്തെ കണ്ടെന്ന്. ആമേൻ. ഹല്ലേലൂയ. പെരയ്ക്കകത്ത് ഒതുക്കാൻ നോക്കി പറ്റുന്നില്ല. എന്നാൽ പിന്നെ കീലും പശയും തേച്ചിട്ട് പെട്ടകത്തിനകത്ത് ഒതുക്കാൻ നോക്കി. അപ്പം അവിടെയും പറ്റുന്നില്ല. പെട്ടകം പൊട്ടി പുറത്തു വരികയായിരുന്നത്. നിന്നെ ഒതുക്കാൻ നോക്കിയാലൊന്നും നടക്കുന്ന കേസല്ല കേട്ടോ. നടക്കുന്ന കേസൊന്നുമല്ല. ഹല്ലേലൂയ. ആലയം പണിക്കെതിരെ സൻബലത്തും തോബിയാവും എഴുന്നേറ്റാലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ആമേൻ പറ. കരയുന്ന നെഹമ്യ ഉള്ളിടത്തോളം കാലം, പ്രാർത്ഥിക്കുന്ന നെഹമ്യ ഉള്ളിടത്തോളം കാലം, ദൈവത്തെ നോക്കി ഇറങ്ങിത്തിരിച്ച നെഹമ്യ ഉള്ളിടത്തോളം കാലം നിന്നെ ഒന്നും ചവിട്ടാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ഇവിടെ ചില സഹോദരിമാരോട് പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുന്നു, മോശക്കുഞ്ഞിനെ കവർ ചെയ്ത് പ്രാർത്ഥിച്ചതുപോലെ ഇതിനകത്ത് ചിലരുടെ പ്രാർത്ഥന വളരെ അനിവാര്യമാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇത് ഒരു ദൂത് പോലെ ഞാൻ വിളിച്ചു. ദൂത് പോലല്ല, ദൂത് തന്നെയാണ്. പ്രാർത്ഥിക്കുന്നവനെ അകറ്റിക്കളയുന്ന വ്യാപാരങ്ങളെ ഇന്ന് പകൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. അല്ലേ, നീ ഇവിടെ ആവശ്യമാണ്, നീ സഭയിൽ ആവശ്യമാണ്, നീ കൂട്ടായ്മയ്ക്ക് അത് ആവശ്യമാണ്. നീ പ്രാർത്ഥിക്കുന്നവളാണ്, നീ പ്രാർത്ഥിക്കുന്നവനാണ്. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. നീ ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ. ആമേൻ പറ. കാരണം പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ മാത്രമേ മോശയ്ക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ ലൂയ്യ, അല്ലേ ലൂയ്യ. വാള് വരുന്നു, ഫറവോന്റെ വാള് തിരിഞ്ഞു കറങ്ങും. പക്ഷെ വാളിന്റെ വായ്ത്തലയിൽ നിന്ന് നിന്റെ തലമുറ രക്ഷിച്ചത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ്. അല്ലേ ലൂയ്യ, അല്ലേ ലൂയ്യ. കുഞ്ഞുങ്ങളൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ? നിൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് നീ പ്രൊട്ടക്റ്റ് ആയിരിക്കുന്നത്. നിൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നീ പ്രൊട്ടക്റ്റ് ആയിരിക്കുന്നത്. അല്ലേ, കോളേജിനകത്ത് ഫറവോൻ്റെ വാള്, നീ പോകുന്നിടത്ത് ഫറവോൻ്റെ വാള്, നീ കഴിക്കാൻ പോകുന്നിടത്ത് ഫറവോൻ്റെ വാള്, അല്ലേ നീ പഠിക്കാൻ പോകുന്ന സ്കൂളുകളിൽ ഫറവോൻ്റെ വാള്, യൂട്യൂബിനകത്ത് ഫറവോൻ്റെ വാള്, നീ പോകുന്നിടത്തുള്ള എവിടെ തിരിഞ്ഞാലും ഫറവോൻ്റെ വാളാ. അല്ലേ ലൂയ്യ. വാള് കിടന്ന് കറങ്ങുക. നിന്നെ നശിപ്പിച്ച് കളയാൻ കിടക്കുന്ന വാളിൽ നിന്നും നിന്നെ രക്ഷിച്ചത് പ്രാർത്ഥനയാണ്. സഭയുടെ പ്രാർത്ഥനയാണ്, പാസ്റ്ററിന്റെ പ്രാർത്ഥനയാണ്, പാസ്റ്ററിന്റെ വൈഫിന്റെ പ്രാർത്ഥനയാണ്, ഈ ചർച്ചിലുള്ള പലരുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനക്കാർ ഇതിനകത്ത് എഴുന്നേക്കണം. പ്രാർത്ഥനക്കാർ ഇതിനകത്തുനിന്ന് പോവരുത്. പ്രാർത്ഥിക്കുന്നവരിനകത്ത് ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പം കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒതുങ്ങാനല്ല, നമ്മൾ പുറത്തു വരാനാണ്. എന്നാൽ ദൈവം നമ്മളെ ഒതുക്കുന്ന ചില ഒതുക്കുകളുണ്ട്. ദൈവം നമ്മളെ ഒതുക്കും. അതിനകത്തും നമുക്ക് പുറത്തു വരാൻ പറ്റുകയില്ല. എപ്പോൾ പുറത്തു വരാൻ പറ്റും? അതിനകത്ത് ദൈവം വിചാരിച്ചാലേ പുറത്തു വരാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഇതുവരെ ഞാൻ പറഞ്ഞത് പിശാച് തന്നെ ഒതുക്കുന്നതിനകത്തുനിന്ന് ഒന്നിലൊരു അഭിഷക്തൻ്റെ കൈവപ്പോ പ്രാർത്ഥനയോ ഉപവാസം കൊണ്ട് നിനക്ക് പുറത്തു വരാം. എന്നാൽ ദൈവം നമ്മളെ മാറ്റിവെക്കും. ദൈവം നമ്മളെ പണിയാൻ വേണ്ടി മാറ്റിവെക്കും. ദൈവം നമ്മളെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി മാറ്റിയിരുന്നു. അതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതിനകത്തുനിന്ന് പുറത്തു വരുന്ന ടൈം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നീ പുറത്തു വരും. ഹല്ലേലൂയ. അത് പുറത്തു വരുന്നത് സിംഹം ഗർജിക്കുന്നത് പോലെ പുറത്തു വരും. ആമേൻ. ഒരു ദേശത്തെ പിടിക്കാൻ വേണ്ടിയുള്ള അഭിഷേകത്തോടെ നീ പുറത്തു വരും. ഇന്ന് പകൽ അങ്ങനെ ആരെങ്കിലും ദൈവം മാറ്റിയിരുത്തിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഈ ദിവസങ്ങളിൽ നീ ആത്മാവിൽ പുറത്തു വരാൻ പോവാ. ഈ ദിവസങ്ങളിൽ നീ ആത്മാവിൽ പുറത്തു വരാൻ പോവാ. നീ സങ്കടപ്പെടാൻ വേണ്ടിയല്ല, ദൈവം നിന്നെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ദൈവം അകത്ത് വെച്ചിരിക്കുക. നീ ചോദിക്കുന്നില്ല എപ്പോ പുറത്തു വരാൻ പറ്റും, എങ്ങനെ പുറത്തു വരാൻ പറ്റും? ദൈവം ചിലരെ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. 20 തോട്ടിനകത്ത് ഏലിയാവെ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈം കഴിയുമ്പോൾ നീ പുറത്തു വരും. ആ ടൈം വരെ നീ അതിനകത്ത് തന്നെ കാണും. ആമേൻ. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില ഒതുക്കുകളുണ്ട്. ദൈവം നമ്മളെ മാറ്റി വെച്ചിരിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ചില ഇടങ്ങളുണ്ട്. അതിനകത്തൊന്നും നമുക്ക് പുറത്തു വരാൻ പറ്റുകയില്ല. അങ്ങനെ ഏതെങ്കിലും അതിനകത്ത് പുറത്തു വരാൻ പ്രവാചകനല്ല, അപ്പോസ്തലനല്ല, സുവിശേഷകനല്ല, ആര് വെട്ടിയാലും പുറത്തു വരത്തില്ല, കൈവച്ചാലും പുറത്തു വരത്തില്ല. അതിനൊരു ടൈം കർത്താവ് വെച്ചിട്ടുണ്ട്. ആ ടൈം കഴിയുമ്പോൾ നീ ഉഷിരോടെ പുറത്തു വരും, ആവേശത്തോടെ പുറത്തു വരും, അഭിഷേകത്തോടെ പുറത്തു വരും, ആത്മാവിൽ നീ പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കോരിന്ത് സഭയ്ക്ക് എഴുതിയ പൗലോസ് എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിനകത്ത് ഹല്ലേലൂയ പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ എനിക്ക് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കോരിന്ത് സഭയ്ക്ക് ലേഖനം 2 ലേഖനമാവും. ഒന്ന് ലേഖനമുണ്ട്, 2. നമ്മളിപ്പോൾ വായിച്ചത് 2 ലേഖനമാണ്. 2 ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഇപ്പം വന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പറയുന്നു, 2 കോരിന്ത് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചത്. ആമുഖം മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഒന്നുകൂടെ വായിച്ചാൽ
ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി വഴി നടത്തുന്നു. ആമേൻ. പൗലോസ് പറയാ നല്ല ജയത്തോടെ എന്നെ നടത്തുന്നത്, നല്ല ജയത്തോടാണ് നടത്തുന്നത്. കാരണം ജയാളിയുടെ പുറകെ ആയതുകൊണ്ട് ജയത്തോടെയാണ് നടക്കുന്നത്. ആമേൻ. കള്ളനും കവർച്ചക്കാരനും മോഷ്ടാവും അറക്കുന്നവനും മുടിക്കുന്നവനാ പിശാച്. അവൻ്റെ പുറകെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നീയും മുടിയും, നിന്റെ കുടുംബവും മുടിയും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ പുറകെയാണ് നീ വരുന്നെങ്കിൽ, കർത്താവിലാണ് ആശ്രയിക്കുന്നെങ്കിൽ, നിന്നെ ജയത്തോടെ നടത്തും, നിന്നെ ജയത്തോടെ നടത്തും. ആമേൻ. നിന്റെ വീട്ടിനകത്ത് ബലഹീനത വരത്തില്ലെന്നോ, നിന്റെ വീട്ടിനകത്ത് പ്രതികൂലം വരത്തില്ലെന്നോ, നിന്റെ വീട്ടിനകത്ത് കഷ്ടത വരത്തില്ലെന്നോ ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ നടുവിൽ അവൻ ബലത്തോടെ നടക്കുന്നു. റോമാലേഖനം 8-32 വാക്യം വായിക്കാമോ? റോമാലേഖനം 8:32 വായിച്ചേ. തുടങ്ങുക പരിപാടി. അടുത്ത വാക്യം കൂടെ. ആ ആ ആ ആ ആ 35 വാക്യം കൂടെ ചേർത്ത് വായിച്ചു. 35 കൂടെ വായിച്ചു. ആ ആ ആ ആ. അപ്പൊ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, നഗ്നതയുണ്ട്, വാളുണ്ട്, പ്രശ്നമുണ്ട്, പ്രതികൂലമുണ്ട്, കാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ഈശാനമൂലമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെന്നേ, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലെന്നാരാ പറഞ്ഞു? എല്ലാം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, ഇല്ലയോ? ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ പൗലോസ് പറയാ, ഇതെല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് അവന്റെ സ്നേഹത്തിൽ നിന്ന് പിരിയാൻ പറ്റത്തില്ല. എല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് അവനെ വിടാൻ പറ്റത്തില്ല. ആമേൻ. അയ്യോ, സാധാരണഗതിയിൽ നന്മ കിട്ടിയില്ലെങ്കിൽ യേശുവിനെ തള്ളി പറയുന്നു. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ യേശുവിനെ തള്ളി പറയുന്നു. നമ്മൾ പ്രാർത്ഥിച്ചത് സമയത്ത് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ഈ വിശ്വാസം വേണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ വിശ്വാസമേ വേണ്ടെന്ന്. അതെന്താ? ജോലി കിട്ടിയില്ല. അയ്യോ, നീ പ്രാർത്ഥിച്ചത് ലഭിക്കാതിരുന്നത് കൊണ്ട്, നീ ആഗ്രഹിച്ചത് ലഭിക്കാതിരുന്നത് കൊണ്ട്, ആമേൻ, നിനക്ക് യേശുവിനെ തള്ളി പറയാൻ എങ്ങനെ പറ്റും? ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലളിയ വല്ലതും ലഭിക്കുന്നത് കൊണ്ടല്ല നീ യേശുവിൻ്റെ പുറകെ വന്നത്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ചങ്ങലയാൽ നീ അറസ്റ്റ് ചെയ്യപ്പെട്ടതാ. യേശു ക്രിസ്തുവിന്റെ ചങ്ങലയാൽ നീ അറസ്റ്റ് ചെയ്യപ്പെട്ടതാ. ആഹാ ആഹാ. ആമേൻ ആമേൻ ആമേൻ. ആ ചങ്ങല പൊട്ടിക്കാൻ പറ്റുമോ? ആ ചങ്ങല പൊട്ടിക്കാൻ പറ്റുമോ? ആമേൻ. ആ ചങ്ങല പൊട്ടിച്ച് പുറത്തു വരാൻ പറ്റുമോ? നിന്നെ കർത്താവ് അവന്റെ സ്നേഹത്താൽ ബന്ധിച്ചിരിക്കുക. അടുത്ത വാക്യം വായിച്ചോ, അടുത്ത വാക്യം വായിക്കാം. ആ ആ ആ ആ ആ ആ. നാമോ നമ്മെ സ്നേഹിച്ചവൻ. ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. നാമോ നമ്മെ സ്നേഹിച്ചവൻ, എന്നെ സ്നേഹിച്ചവൻ എന്നെ ജയത്തോടെ നടത്തുന്നു. എന്നെ സ്നേഹിച്ചവൻ എന്നെ ജയത്തോടെ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും, ഇതിലൊക്കെ മേളി പറഞ്ഞ കഷ്ടത, പട്ടിണി, വാള്, ആപത്ത്, ഇതിലൊക്കെയും പൂർണ്ണ ജയം. എന്തോ? പകുതിയാണോ? മുക്കാലാണോ? പൂർണ്ണജയം. സഭ ആമേൻ പറ. പൂർണ്ണജയം. അല്ലേലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നോണ്ടൊന്നും അല്ല, ആരാധനയ്ക്ക് വന്നോണ്ടൊന്നല്ല, നാളെ വരാതിരിക്കല്ലേ. അതുകൊണ്ടല്ലെന്ന്, അതുകൊണ്ടല്ല. പിന്നെന്താ? അവൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ട്. അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് ഇതിലൊക്കെയും പൂർണ്ണ ജയം. എന്റെ മിടുക്ക് കൊണ്ട് ജയം കിട്ടിയെന്നല്ല, എന്റെ കഴിവ് കൊണ്ട് ജയം കിട്ടിയെന്നല്ല, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് ജയം കിട്ടിയെന്നല്ല. പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഉപവാസം ഇരുന്നുകൊണ്ട് ജയം കിട്ടിയെന്നുണ്ടല്ല. പിന്നെന്താ? എന്നെ സ്നേഹിച്ചവൻ ജയാളി ആയതുകൊണ്ട്. നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലാണെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ വളരെ ഇതിനകത്ത് അങ്ങ് നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ക്രിസ്ത്യാനിയൊക്കെ ഒത്തിരി പറയാറുണ്ട്. പോട്ടെ. അപ്പൊ നമ്മെ സ്നേഹിച്ചൊരു ദൈവം,
നമ്മെ സ്നേഹിച്ചൊരു ദൈവം. ആ സ്നേഹിച്ച ദൈവം ജയാളിയാണ്. സ്നേഹിച്ച ആ ജയാളിയായ ദൈവം എന്നെ ജയത്തോടെ നടത്തുന്നു. വാളില്ലാത്തോണ്ടല്ല, കഷ്ടതയില്ലാത്തോണ്ടല്ല, പട്ടിണിയില്ലാത്തോണ്ടല്ല, ഹല്ലേലൂയ. അറപ്പാൻ വരുന്ന കുഞ്ഞാടുകളെ ഇടവിടാതെ കൊല്ലുന്നു, കൊല്ലാതിരിക്കുന്നത് കൊണ്ടല്ല. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം നടുവിൽ പൗലോസ് പറയാ, ഞാൻ ജയാളിയാണ്, ഞാൻ ജയാളിയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, കേട്ടില്ല, സഭ മൊത്തം വായിക്കണം. ഇത് എന്നെ വെളിപ്പാടാ പൗലോസേ. പ്രശ്നത്തിന് നടുവിൽ ഒളിച്ചോടുന്ന ഒരു ജനവിഭാഗത്തെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുക, അല്ലല്ലേ, പ്രശ്നമുണ്ട്, പ്രതികൂലമുണ്ട്, കഷ്ടതയുണ്ട്. പക്ഷെ ഈ പ്രശ്നത്തിന്റെ നടുവിൽ സ്നേഹത്തോട് പിന്നെ ഒട്ടുന്നതല്ലാതെ അതിനകത്തുനിന്ന് പിരിയാൻ പറ്റുന്നില്ല. കാരാഗ്രഹത്തിൽ കൊണ്ടിടുമ്പോഴും പിരിയാൻ പറ്റുന്നില്ല, അടച്ചൊതുക്കുമ്പോഴും പിരിയാൻ പറ്റുന്നില്ല. അടി കിട്ടുമ്പോഴും സ്നേഹം കൂടുക, പ്രതികൂലം വർദ്ധിക്കുമ്പോഴും സ്നേഹം കൂടുക, വാള് വർദ്ധിക്കുമ്പോഴും സ്നേഹം കൂടുക, പട്ടിണി വരുമ്പോഴും സ്നേഹം കൂടുക. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന് പകൽ ഹല്ലേലൂയ, പ്രതികൂലത്തിന്റെ കാറ്റ് വർദ്ധിക്കുമ്പോൾ പിന്നെ സ്നേഹം വർദ്ധിപ്പിക്കുന്ന ഒരു ജനവിഭാഗമുണ്ടെങ്കിൽ അത് ദൈവമക്കളാ. ആമേൻ പറ. ഇങ്ങനെ കൈയടിക്കണം, നന്നായിട്ട് കൈയടിക്കണം, നന്നായിട്ട് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറയണം. ആമേൻ. എന്നിട്ട് പൗലോസ് പറയുക, ഇതിലൊക്കെ ജയം മാത്രം പ്രാപിക്കുന്നതല്ല, ഈ ജയത്തിനകത്തുനിന്ന് ഇനി പിരിയാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ഇതിനകത്തുനിന്ന് പിരിയാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല. അടുത്ത വാക്യം വായിച്ചേ. നിർത്തി വായിക്കണം. മരണത്തിനോ, പറഞ്ഞേ, മരണത്തിനോ ജീവനോ, അടുത്ത് ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ ഹല്ലേലൂയ. എഴുതല്ല, എഴുതി പറഞ്ഞതല്ല, ഉറച്ചിരിക്കുന്ന, എഴുതി പറഞ്ഞതല്ലെന്ന്, ഉറച്ചിരിക്കുന്നെന്ന്. കാറ്റ് കണ്ടിട്ട് വിശ്വാസത്തിന് പോയ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ പോയിട്ട് പിന്നെ വരുന്നില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും ഇരിപ്പുണ്ടോ? നീ LKG നഴ്സറി കിടക്കുന്നതേ ഉള്ളൂ. ഇന്ന് മകൾ ഹല്ലേലൂയ ആത്മതലത്തിൽ വേറൊരു ലെവല് പ്രാപിച്ച നിങ്ങളോട് വിളിച്ച് ഞാൻ പറയുന്നു, പിരിയാൻ പറ്റത്തില്ല. പിരിയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ സുസകർത്ത തൊടുക. ആമേൻ, 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 ആമേൻ. നിങ്ങളെ തൊടുക. നിങ്ങൾ സങ്കടം കൊണ്ടല്ല കരയുന്നത്, ദൈവത്തിലെ സ്നേഹം കൊണ്ടാണ് കരയുന്നത്. ഇതിനകത്തിരിക്കുന്ന ചില ആൾക്കാർ സങ്കടം കൊണ്ട് കരയുന്നവരുണ്ട്. സങ്കടം വന്ന ആരും കരയും, പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിൽ കരയുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ട്. സങ്കടം കൊണ്ട് ആർക്കും ഏറുകൊണ്ട ഏത് പട്ടിയും കരയും. ഏറുകൊണ്ട ഏത് പട്ടിയും കരയാം. നിങ്ങളെ പട്ടിന്ന് ഞാൻ വിളിച്ചൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏറുകൊണ്ട ഏത് പട്ടിയും കരയും. സങ്കടം വന്നാൽ ഏത് മനുഷ്യനും കരയും. ആമേൻ. ഹല്ലേലൂയ. കഷ്ടത വന്ന കരയത്തില്ലേ? കരയും. ഞാൻ കരഞ്ഞിട്ടുണ്ട്, നിങ്ങളും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹല്ലേലൂയ, പ്രതികൂലത്തിന്റെ നടുവിനകത്ത് പ്രതികൂലത്തിൽ കരയാതെ അവനോടുള്ള സ്നേഹത്തിൽ കരയുന്ന ഒരു റെവലേഷൻ. ഞാൻ അതാ നിന്നോട് പറയുന്നത്, നിങ്ങൾ അതാ പറയുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്ന അറിയട്ടെ. മനസ്സിലായാലും ആയില്ലേലും എന്നെ ഏൽപ്പിച്ച വെളിപ്പാടതാ, ഇതേ പറയത്തുള്ളൂ. ആമേൻ.
അച്ഛാമെന്ന് കള്ളു കുടിച്ചു, തലക്കടിച്ചു, കരച്ചിൽ വരുമോ? കരച്ചിൽ വരും. കരഞ്ഞില്ലെന്നെങ്കിൽ കരഞ്ഞ് ഇനി കരയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കരയും. അടുത്തടി കൊള്ളാതിരിക്കാൻ കരയും, അടി കൊണ്ട് വേദന കൊണ്ട് ഞാൻ കരയും. അതല്ല ഇവിടുത്തെ വിഷയം. പൗലോസ് പറയാം, ഹല്ലേലൂയ, കാറ്റുണ്ട്, പ്രതികൂലമുണ്ട്, ഹല്ലേലൂയ, വാളുണ്ട്, ആപത്തുണ്ട്, പ്രശ്നം ഭയങ്കരമാണ്. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോഴും ഞാൻ കർത്താവിന്റെ സ്നേഹത്തിനകത്ത് ഒട്ടി നിൽക്കുക. ആമേൻ. ഹല്ലേലൂയ. വാള് നേർക്ക് വരുമ്പോൾ, കള്ളന്മാരുടെ ആപത്ത് നേർക്ക് വരുമ്പോൾ, പട്ടിണി നേർക്ക് നേരെ വരും, പ്രതികൂലം നേർക്ക് നേരെ വരുമ്പോൾ പൗലോസ് മനസ്സിലായി, ഹല്ലേലൂയ, ഇത് എന്നെ തൊടുന്നാൻ വേണ്ടി വന്നതല്ല, സ്നേഹത്തിൽ നിന്ന് പൊളിക്കാൻ വന്നതാ. ആമേൻ പറയണം. ഹല്ലേലൂയ. വീട് പോയാലും സ്നേഹത്തിൽ നിന്ന് പോവല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ല. ജോലി പോയാലും സ്നേഹത്തിൽ നിന്ന് പോവല്ലേ? ഹല്ലേലൂയ. ശമ്പളം കിട്ടിയില്ലെങ്കിൽ സ്നേഹത്തിൽ നിന്ന് പോവല്ലേ? മിണ്ടുന്നില്ല. അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിൽ സ്നേഹത്തിൽ നിന്ന് പോവൽ. ഓ, സഭ മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. സർക്കാരിനകത്തുനിന്ന് വീട് വെക്കാൻ പൈസ സമയത്ത് കിട്ടിയില്ല, ഓക്കെ, നീ സ്നേഹത്തിൽ നിന്ന് പോവല്, അവന്റെ സ്നേഹത്തിൽ നിന്ന് പോവൽ. ആമേൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. വീട് തന്നാലും തന്നില്ലേലും അവന്റെ സ്നേഹത്തിൽ നിന്ന് പോകാത്ത ഒരു ജനറേഷൻ. ഓ, ആമേൻ. അതിന്റെ 24 വായിക്കുക, വേഗം വായിക്കുക. അതിന്റെ 24 വായിക്കുക. 24. കാണുന്നതിന്റെ പ്രത്യാശയല്ല, കാണാത്തതിന്റെ പ്രത്യാശ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കാണാനിരിക്കുക. ഇനി അടുത്ത ദൂത്, ഞാൻ കണ്ടില്ലേലും കാണാത്തതിനെ അനുഭവിക്കുന്നത് കൊണ്ട്. ആമേൻ, ആമേൻ. അതെന്തിനാ മാസം ഈ വാക്ക് ഇപ്പൊ എടുപ്പിച്ചേ? ഈ വാക്ക് ഇപ്പൊ എടുപ്പിച്ച കാര്യം എന്താ? സ്നേഹം കാണാൻ പറ്റുമോ? സ്നേഹം കാണാൻ പറ്റുമോ? സ്നേഹം അനുഭവിക്കാൻ പറ്റുമോ? സ്നേഹത്തിന്റെ രൂപം, അതിന്റെ വ്യക്തിത്വം മേളിൽ ഇരിപ്പുണ്ട്. അവനെ കാണാൻ പറ്റത്തില്ല, പക്ഷെ അവന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. അവന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. എവിടെ പറ്റും? എന്റെ ശിരകളിൽ പറ്റും, എന്റെ മാനസിക തലങ്ങളിൽ പറ്റും, എന്റെ ശരീരങ്ങളിൽ പറ്റും, ഞാൻ നടക്കുമ്പോ പറ്റും. ഓ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ആമേൻ, ആമേൻ. യേശുവിന്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെടാ. നിങ്ങൾ പറ, യേശുവിന്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെടാ. യേശുവിന്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെടാ. കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയപ്പോഴാണോ? 12 വർഷത്തെ രക്തസ്രവക്കാരിയുടെ ബ്ലീഡിങ് നിന്നപ്പോഴാണോ? പറഞ്ഞോ. മരിച്ച 4 ദിവസമായി നാറ്റം വെച്ചവനെ എഴുന്നേൽപ്പിച്ചപ്പോഴാണോ യേശുവിന്റെ സ്നേഹം വെളിപ്പെട്ടത്? അത് യേശുവിന്റെ കരുണയാ. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹത്തിന്റെ കറക്റ്റ് മാനിഫെസ്റ്റേഷൻ വെളിപ്പെടുന്നത് എപ്പോഴാ? ക്രൂശിലാ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹം വെളിപ്പെടപ്പെടാ. എടാ മരത്തേല യേശുവിന്റെ സ്നേഹം വെളിപ്പെടപ്പെടാ. കാൽവരി ക്രൂശിലാ വെളിപ്പെട്ട, അല്ലേ പാസ്റ്റേ? ആണോ അല്ലയോ? ആമേൻ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഹല്ലേലൂയ, നീതിമാന്മാർക്ക് വേണ്ടി ആരും മരിക്കും, പക്ഷെ ദുഷ്ടന്മാർക്ക് വേണ്ടി മരിക്കത്തില്ല. ദുഷ്ടന്മാർക്ക് വേണ്ടി മരിച്ച ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് കോരിന്ത്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, പാപം അറിഞ്ഞവനെ ഹല്ലേലൂയ ദൈവം നമ്മൾ നീതിയാക്കാൻ വേണ്ടി പാപമാക്കിയെന്നല്ല, പാപം അറിയാത്തവനെ പാപമാക്കി. മിണ്ടുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പാപം അറിയാത്തവനെ പാപയാക്കിയെന്ന്. 1 കോരിന്ത്യലേഖനം 6-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യം വായിച്ചേ. 1 ആണോ 2 ആണോ? വായിച്ചേ. അതാണോ ലാസ്റ്റ്? 2 കോരിന്ത്യലേഖനം 6-ന്റെ അവസാനം വായിച്ചു.
വായിച്ചോ. നിങ്ങൾ ആരെങ്കിലും വാക്യം കണ്ടെങ്കിൽ വായിക്കാവോ? ഞാൻ വായിക്കാം. ഇന്ന് എടുത്തിട്ടേ ഉള്ളൂ. പാപം അറിയാത്തവനെ വേഗം വായിക്കും. എടുത്തില്ലല്ലോ. 5 വായിച്ചോ വായിച്ചോ. എടുത്തെങ്കിൽ വായിക്കേ. ആരാ എടുത്തേ? 5 അതെത്ര? 1 കൊരിന്ത്യർ ലേഖനം വന്നോ? 2 കൊരിന്ത്യർ ലേഖനം 5:21. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21. ഒന്ന് വായിച്ചാ മാമേ. പാപം അറിയാത്തവനെ നാം അവനിൽ, നിങ്ങൾ ഞാൻ ആ വാക്യം വായിപ്പിച്ച ഒരു കാര്യം പറയാൻ വേണ്ടിയാ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായെന്ന് എന്ന് പറഞ്ഞാൽ, ഞാൻ അവനിൽ ഇരിക്കാൻ അവൻ എനിക്ക് വേണ്ടി പാപമായെന്ന്. ഞാൻ അവനിൽ ഇരിക്കാൻ, മനസ്സിലായോ? ഞാൻ കർത്താവിൽ ഇരിക്കാൻ ഞാൻ എന്തായി? അവൻ എനിക്ക് വേണ്ടി പാപമായി. പക്ഷേ കർത്താവിൽ ഇരിക്കണമെങ്കിൽ ഞാൻ കർത്താവിന്റെ സ്റ്റാൻഡേർഡിൽ വരണം. നമ്മൾ ഇത്ര നാൾ കേട്ടോ എന്തോ കർത്താവ് എൻ്റെ അകത്ത് ഇരിക്കുന്നല്ലേ, കർത്താവ് നമ്മുടെ അകത്ത് ഇരിക്കുന്നല്ലേ. അത് മാത്രമല്ല, ഞാൻ കർത്താവിൽ ഇരിക്കുമെന്ന്. ഞാൻ കർത്താവിൽ ഇരിക്കണമെങ്കിൽ കർത്താവിന്റെ നിലവാരത്തിൽ ഞാൻ വരണം. ലാസ്റ്റ് ദിവസമല്ലേ കള്ളവും പറഞ്ഞ് സിനിമയും കണ്ട് അതിലേയും പോയി ഇതിലേയും ചടി അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി കൊതിയോണയും പറഞ്ഞ് മറ്റുള്ളവനും വെട്ടി, ഇവനെയും വെട്ടി, അവനെയും വെട്ടി. അല്ലേ നീ കർത്താവിനകത്ത് ഇരിക്കത്തില്ല. അയ്യോ, പ്രൈസ് ഗോഡ്. നിന്റെ അകത്ത് കർത്താവ് ഇരുന്നാലും ഞാൻ നിന്നോട് പറയും, നീ കർത്താവിൽ ഇരിക്കണമെങ്കിൽ, നീ കർത്താവിൽ ഇരിക്കണമെങ്കിൽ നീ കർത്താവിന്റെ നിലവാരത്തിൽ വളരണം. അതിന്റെ അർത്ഥം എന്താ? ഞാൻ കർത്താവിനെ പോലാകേണ്ടതിന് ഞാൻ കർത്താവിൽ ഇരിക്കാൻ പോകുന്നു. ഞാൻ ആരെ പോലാകാൻ? ആണോ ഇല്ലയോ? നിങ്ങൾ അതിന്റെ 6ന്റെ അവസാനം വായിച്ചു. 6ആണോ 5ആണോ 4ആണോ? നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുക മൊത്തം. ഇന്ന് പാസ് വായിച്ചൊരു വാക്യമാ 15. അതെ അത് തന്നെ. 15 വായിച്ചു. 15. അടുത്തത് നിങ്ങൾ എന്നെ നോക്കിയേ. അത് മറിക്കല്ലേ, അത് മറിക്കല്ലേ. കൃപ പലരിലും പെരുകി. ഒന്ന് വായിച്ചാ മാമേ. കൃപ പലരിലും പെരുകി. അയ്യോ, കൃപ എന്തിനാ വർദ്ധിപ്പിക്കുന്നേ? കൃപ എന്തിനാ വർദ്ധിപ്പിക്കുന്നേ? ദൈവത്തിന്റെ മഹിമയ്ക്കായി. സ്തോത്രം ഒരു സ്തോത്രമല്ല, സ്തോത്രം കവിഞ്ഞൊഴുകേണ്ടതിന്. സ്തോത്രം പറഞ്ഞതിനാ? സ്തോത്രം എന്തിനാ പറയുന്നേ? സ്തോത്രം എന്തിനാ പറയുന്നേ? സ്തോത്രം എന്തിനാ പറയുന്നേ? സ്തോത്രത്തിന് ഇംഗ്ലീഷ് എന്തുവാ? താങ്ക്സ് ഗിവിങ്. അപ്പൊ സ്തോത്രം എന്തിനാ പറയുന്നേ? നന്ദി പറയാൻ. അപ്പൊ കൂടുതൽ കൂടുതൽ നന്ദി പറയേണ്ടതിന് കൃപ ഞങ്ങളിൽ പെരുകി. ആമേൻ. കൃപ എന്തിനാ പെരുകുന്നേ?
കൃപ എന്തിനാ പെരുകുന്നേ? ഒന്നുകൂടെ വായിച്ചേ. കൃപ എന്തിനാ പെരുകി? ദൈവത്തിന്റെ മഹിമയ്ക്കായി, ദൈവത്തിന് മഹത്വം കിട്ടേണ്ടതിന് സ്തോത്രം വർദ്ധിപ്പിക്കാൻ. നല്ലൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. കൃപ പെരുകിയത് വീട് കിട്ടാൻ വേണ്ടി അല്ലെന്ന്, കൃപ പെരുകിയത് വണ്ടി മേടിക്കാൻ വേണ്ടിയല്ല. കൃപ പെരുകിയത് ഹല്ലേലൂയ ഇവിടെ സ്ഥലം മേടിക്കുന്ന കാര്യം മാത്രമല്ല. കൃപ പെരുകിയത് ഹല്ലേലൂയ അവന്റെ മഹത്വം വെളിപ്പെടുത്താൻ. ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ. എന്റെ കർത്താവേ നന്ദി. ചൂടാമ ഷാബൽ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പോരാ, ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ലീബ്ര ഷാറ്റ മനൂബ്ര ഹാൽബര ലേബ്ര ഹാൽബര കൊലോൽ ബീൻച റബീഷ് കരൈംബ്ര. എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. റാബ്ര ഷാബ്ര ലിബൂബ്ര ലാബ്ര ഷാബ്ര ബൂഖലബാബ. എല്ലാവരും ഹാൽബര ഹംദല ബബു ഥരാബ ലീബ്ര ഹു ശരീബ്രി മീനബ്ര ഹാൽബര കൊലോ ബ്രഹീംബ്ര ലാസ് കൊലോബ്രോ ബീംബ്രോ ബോത്റോബോഫോ മസ്കര ബാൻച ലാബ്ര ഹഷ്മീനബ്ര ലൂബ്ര ലാത്തുന മസ്കര ഈബ്ര മർബര ഹംബൽ ഖബാന റിന്ദല പബു ധമാ ഥരാബ. ആമേൻ. ഞാൻ ഈ കണ്ണാടി എടുക്കാത്ത വാക്യങ്ങൾ കാണുന്നില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? 1 Korinഥർ 6:19 വേഗം വായിച്ചേ. ഒന്ന് വായിച്ചേ 6:19 ഒന്ന് വായിച്ചേ. ഒരു മിനിറ്റ് അമ്മ ഒന്ന് എടുത്തോട്ടെ എല്ലാവരും. എല്ലാവരും എടുക്കണം. ബൈബിൾ കൊടുത്തൊക്കെ എടുത്തോ, വായിച്ചങ്ങ് പാ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് മന്ദിരമാകുന്നു. ആറിന്റെ അല്ല, ആ വാക്യം തന്നെ 6-ന്റെ ഇവര് കേൾക്കാൻ വേണ്ടിയ 6-19 കേട്ടായിരുന്നോ? 1 Korinഥർ 6:19 വാക്യം. നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. വായിച്ചോ, പോയോ? ദൈവത്തിന്റെ ദാനമായി. ഇപ്പൊ എന്നെ നോക്കണേ. നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇനി എന്റെ ചോദ്യം, അകത്ത് പരിശുദ്ധാത്മാവുണ്ടോ? ഇത് ലൈവ് പോകുന്നു. ഇത് എഡിറ്റ് ചെയ്തിട്ടില്ല എടുത്തുള്ളൂ. അങ്ങനെ ഇടാവോ കേട്ടോ. എനിക്ക് ലൈവ് ഇപ്പം നമുക്ക് ലൈവ് വരുമ്പോഴത്തൊരു സ്വാതന്ത്ര്യമില്ലായ്മ. ആമേൻ. നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ആര് പറഞ്ഞു? നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ആര് പറഞ്ഞു? നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. വായിച്ചോ. അപ്പൊ ഇങ്ങോട്ട് അകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളവൻ മന്ദിരമാകുന്നു. അകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളവൻ ആരുടെ മന്ദിരമാകുന്നു? എഫേസ്യർലേഖനം പറഞ്ഞു, നീ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ മന്ദിരമാ. അതിനർത്ഥം എന്താ? ദൈവം വസിക്കുന്ന പള്ളി, ദൈവം വസിക്കുന്ന ആലയം. അയ്യോ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഓരോരുത്തർ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ പള്ളി പോകുന്നു, ദൈവത്തിന്റെ ചർച്ച് പോകുന്നു. ദേ ഇരിക്കുന്നു. സ്തോത്രം. വായിച്ചോ. അപ്പൊ നിങ്ങൾ നോക്കേ, അടുത്തത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാണെന്ന്. നിങ്ങളെ വാക്യങ്ങൾ ഒത്തിരി വരുന്നുണ്ട്, ഞാൻ വായിപ്പിക്കുന്നില്ല, പോട്ടെ, സമയമില്ല. നിങ്ങളെ എന്ത് ചെയ്തതാ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ, രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയതാ. അപ്പൊ രക്തം കൊടുത്തതാരാ? കർത്താവ്. വിലയ്ക്ക് വാങ്ങിയതാരാ? കർത്താവ്. അകത്ത് കയറിയത് എങ്ങനെയാ? അതും കർത്താവ്. നിങ്ങൾ എന്നിട്ട് പറയാ, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ലെന്ന്. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ലെങ്കിൽ നിങ്ങൾ ആർക്കുള്ളതാ? കർത്താവിനുള്ളതാ. അയ്യോ, അടുത്ത ചോദ്യം. നിങ്ങൾ കർത്താവിന് വേണ്ടി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കണം? നിങ്ങളിപ്പോൾ ആർക്കു വേണ്ടി ജീവിക്കുന്നേ?
ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും, പണത്തിന് വേണ്ടി, ജോലി ചെയ്യാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി, കഴിക്കാൻ വേണ്ടി. ഏറ്റവും വലിയ ദുഃഖം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നതാണ്. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇരിക്കെ നിങ്ങളെ അവൻ വില കൊടുത്തു വാങ്ങിച്ചിരിക്കുക. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരാ. അപ്പൊ നിങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കണം? എഫേസ്യർ 1:14 വായിച്ചേ. എഫേസ്യർ 1:14 വായിച്ചേ. നമ്മളെ എങ്ങനെ മുദ്രയിട്ടിരിക്കുന്നു? പരിശുദ്ധാത്മാവിൽ. യോ, അപ്പൊ നമ്മുടെ അകത്ത് ആരുണ്ട്? ഇവിടെ രക്ഷിക്കപ്പെട്ടവരാണ് ഭൂരിപക്ഷം പാസ് ആന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ അകത്ത് ആരിപ്പുണ്ട്? പറഞ്ഞേ. പരിശുദ്ധാത്മാവിരിപ്പുണ്ട്. പിന്നെ എൻ്റെ അടുത്ത ചോദ്യം, ശരിക്കും ഇപ്പോൾ ഉണ്ടോന്ന് എൻ്റെ ചോദ്യം. രക്ഷിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞുള്ള ജീവിതത്തിനകത്ത് ശരിക്കും അന്ന് കയറിയ പരിശുദ്ധാത്മ ഇപ്പോഴും നിന്റെ അകത്ത് വസിക്കുന്നുണ്ടോന്നാ ചോദ്യം. ഉണ്ടോ? ഉണ്ടെങ്കിൽ കള്ളം പറയത്തില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ കുറ്റം പറയത്തില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ സിനിമ കാണത്തില്ല. ഉണ്ടോ? എന്നാ വഴക്കുണ്ടാക്കത്തില്ല. ഉണ്ടോ? അമ്മായി പോരില്ല. ഉണ്ടോ? നാത്തൂനെ അടിക്കത്തില്ല. ഉണ്ടോ? ദശാംശം മൂട്ടിക്കത്തില്ല. ദൈവമുണ്ടെന്നില്ല. ഉണ്ടോ? കള്ളുകുടിക്കാൻ പോവുകയല്ല. ഉണ്ടോ? പാസ്റ്റർമാരെ പോലെ കുറ്റം പറയത്തില്ല. ഉണ്ടോ? ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു മെസ്സേജിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ ഷെയർ ചെയ്യുമ്പോൾ നീ ഒരു 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല. കണ്ടോടാ കണ്ടോടാ കണ്ടോടാ. പരിശുദ്ധാത്മാവ് ഉണ്ടോ? അന്യഭാഷയാണോ പരിശുദ്ധാത്മാവിൻ്റെ അടയാളം? അല്ല. അത് പരിശുദ്ധാത്മ നിനക്ക് ഗിഫ്റ്റാ. സഭ ആമേൻ പറ. നിന്റെ ജീവിതം നോക്കിയിട്ടാ പരിശുദ്ധാത്മ ഉള്ളിലുണ്ടോന്ന് അറിയുന്നേ. ആമേൻ. പ്രൈസ് ഗോഡ്. മറ്റുള്ളവന്റെ കാശ് കൊണ്ടിരിക്കാൻ വേണ്ടി എല്ലാ പരിപാടിയും നീ കാണിക്കും. ബിസിനസ്സിനകത്ത് കള്ളത്തരം കാണിക്കും. നാക്ക് വളച്ചാൽ നേരി പറയത്തില്ല, കള്ളം മാത്രമേ പറയത്തുള്ളൂ. പരിശുദ്ധാത്മ ഉണ്ടെന്ന് എവിടെ ഉണ്ട്? അമ്മേൻ. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. അയ്യോ പറഞ്ഞേ. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. പിന്നെ നിങ്ങൾ ആർക്കുള്ളതാ? ആർക്കു വേണ്ടി ജീവിക്കണം? ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഇനി റോമാലേഖനം 8:36 വാ. വേഗം വാ. ആ ആ ആ ആ ആ ആ ആരുറപ്പിച്ചു? ഞാൻ ഉറപ്പിച്ചു. ഈ ഉറപ്പ് ആര് തന്നു? പരിശുദ്ധാത്മാവ് തന്നു. ആര് തന്നു ഈ ഉറപ്പ്? എൻ്റെ അകത്ത് പരിശുദ്ധാത്മ വന്നപ്പോൾ, എൻ്റെ അകത്ത് പരിശുദ്ധാത്മ ജീവിക്കാൻ ഞാൻ അനുവദിച്ചപ്പം, പരിശുദ്ധാത്മാവിനെ എൻ്റെ അകത്ത് ആക്റ്റീവാക്കാൻ ഞാൻ അനുവദിച്ചപ്പോൾ യേശുവിൻ്റെ ലൈഫ് എന്നിൽ വെളിപ്പെടാൻ തുടങ്ങി. യേശു ക്രിസ്തുവിൻ്റെ ലൈഫ് എൻ്റെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അത് ഞാൻ അതിനകത്ത് അങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. യേശുവിൻ്റെ ലൈഫ്, സ്നേഹം, ക്ഷമ, ദീർഘക്ഷമ, പരോപകാരം, സൗമ്യത, ആനന്ദം, ഇത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇതിനോളം വരുന്ന ഒരു തരത്തിലുള്ള സ്നേഹവും ഭൂമിയിലില്ല. അതുകൊണ്ട് ഇതിനകത്തുനിന്ന് വേർതിരിക്കുന്ന പ്രശ്നമില്ല. ആമേൻ, ആമേൻ. ആ വാക്യം ഒന്നുകൂടെ വായിക്കോ. നിർത്തി വായിക്കണം. മരണം പേടിയുണ്ടോ? ഇല്ല.
പേടിയുണ്ടോ? ഇല്ല. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് പറയാ, അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ നിന്നെ എടുക്കാൻ പോവാ. പേടിയുണ്ടോ? ഇവര് ഭയങ്കര സ്ട്രോങ്ങാ പാസ്റ്ററെ. ആമേൻ. പറഞ്ഞു നോക്കണം. എൻ്റെ പിള്ളേരെ മുന്നേ നിർത്തിക്കൊണ്ട് കർത്താവ് പറയാ, അടുത്ത ഇന്ന സമയത്ത് നിന്നെ കൊണ്ടുപോകാൻ പോവാ. പേടിയുണ്ടോ? ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അബ്രഹാമിനെ ഞാൻ സമ്മതിച്ചു തരിക. അബ്രഹാമിനോട് അല്ലെങ്കിൽ ഈ അബ്രഹാം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രശ്നം മോനെ കൊണ്ട് യാഗമാക്കുന്ന വിഷയമാണ്. ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങി. ചില പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നും വലിയ പ്രശ്നമല്ലായിരുന്നു. ആമേ. ലോകത്തിനകത്തുനിന്ന് പിരിയാൻ പറഞ്ഞു. അതും വലിയ പ്രശ്നമൊന്നുമല്ല. ആമേൻ. 300 അഭ്യാസികൾ, എല്ലാം പ്രശ്നങ്ങളാണ്. ഇതിനകത്തു നിന്നൊക്കെ ഏകദേശമൊക്കെ സ്ട്രഗിളുണ്ടെങ്കിൽ ആ സ്ട്രഗിളിനകത്തു നിന്നൊക്കെ പുറത്തു വന്ന ഒരാൾ അബ്രഹാം. പക്ഷെ ഇത് ഭയങ്കര ടാസ്ക്കായിപ്പോയി. കൊച്ചിനെ കൊണ്ട് യാഗമാക്കാൻ പറഞ്ഞു. സ്വന്തം മോനെ എന്ത് ചെയ്തു പറഞ്ഞേ? സ്വന്തം മോനോട് പറഞ്ഞു, നിന്നെ യാഗമാക്കാൻ കൊണ്ട് തുറന്നു പറഞ്ഞു. അബ്രഹാം പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ശരിയെന്നൊക്കെ പറഞ്ഞാലും കുഞ്ഞിൻ്റെ മരണവും രക്തം ചീന്തുന്നതും ഇതെല്ലാം അവൻ്റെ മനസ്സിൽ നിന്ന് 1000 വട്ടം മിന്നി പോയിട്ടുണ്ടാവും. അല്ലേ ലൂയ്യ? നമ്മളീ പറയുന്ന പോലെ അബ്രഹാം അത് കേട്ടപ്പോഴേ ഒന്നുമല്ല, ഒരുപാട് സ്ട്രഗിൾ അന്ന് രാത്രി എടുത്തു കാണും. ആമേൻ. പക്ഷെ അവൻ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു, ദൈവം തന്നതല്ലേ, ദൈവത്തിനല്ലേ കൊടുക്കുന്നേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പൗലോസ് ഈ അബ്രഹാമിനെ ഇങ്ങനെ നല്ലതായിട്ട് എടുത്ത് ഉയർത്തി പറയാൻ കാരണം എന്നറിയാമോ? അവൻ്റെ വിശ്വാസം കർത്താവിന് ഇഷ്ടപ്പെട്ടു. അതാ യാക്കോബ് പറഞ്ഞ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന് നിങ്ങൾ കരുതുന്നു. എന്ന് വെച്ചാൽ എന്താ? അല്ലല്ലേ, പറച്ചിലല്ല, ചെയ്തു കാണിച്ചു. മോനെ വേണോ? ഇന്ന് എടുത്തോളാൻ പറഞ്ഞു, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അതാ പൗലോസ് പറഞ്ഞു വെട്ടിയെന്ന്. വെട്ടിയില്ല. പക്ഷെ പൗലോസ് പറഞ്ഞു വിശ്വാസത്തിൽ അബ്രഹാം ഇസഹാക്കിനെ വെട്ടി. എന്താ? വീട്ടി വെച്ച മനസ്സുകൊണ്ട് വെട്ടി. ഈ വെട്ടേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി വെട്ടി. അപ്പുറം തമ്പുരാന് മനസ്സിലായി, റെഡി, അവൻ ചെയ്യും. ഈ നമ്മൾ പല കാര്യം പറഞ്ഞാലും ചെയ്യത്തിലും ദൈവത്തിനറിയാം. അതുകൊണ്ട് തമ്പുരാൻ അത് പറച്ചിലേ ഉള്ളൂ. അബ്രഹാം അങ്ങനെയല്ല, വെട്ടാൻ പറഞ്ഞ വെട്ടിയിരിക്കും പുള്ളി. പ്രൈസ് ഗോഡ്. ഞാൻ ചില പറയാറുണ്ട്, ഈ വിഷയത്തിൽ വിടുതൽ തരാതെ ഞാൻ ഒരു തുള്ളി വെള്ളം തമ്പുരാൻ എന്നാ പിന്നെ നോക്കാം. വെള്ളം കുടിക്കാതെ തൊണ്ട വരണ്ട് ഊപ്പാട് തരത്തേ ഉള്ളൂ. അല്ലേ? തമ്പുരാൻ അറിയാം നീ നാളെ കുടിക്കും, എടുത്തു കുടിക്കും. ആമേൻ. ചില കേസുണ്ട്, ചിലർ പറഞ്ഞ ദൈവത്തിന് അറിയാൻ ചെയ്യുമെന്ന്. ദൈവത്തിനറിയാതെ ചെയ്യും. അവൻ പറയുന്ന പോലല്ല, ചെയ്തിരിക്കും. വെട്ടുമെന്ന് പറഞ്ഞാൽ വെട്ടും. അതുകൊണ്ടാണ് ഈ വാളെടുത്തപ്പോഴേ, ഇത് എൻ്റെ ഒരു ചിന്തയാണേ, വാളെടുത്തപ്പോഴേ ദൈവം ഇറങ്ങി പറഞ്ഞു, എൻ്റെ പൊന്നു അബ്രഹാമേ വെട്ടല്ല, നീ ചെയ്യുമെന്ന് എനിക്കറിയാം. ആ പറച്ചിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അബ്രഹാമേ ബാൽ എൻ്റെ മേൽ. കണ്ടോ? കാരണം ദൈവം പോലും, എൻ്റെ ചിന്തയാണ്, നിങ്ങളിതിനെ വേറെ ഇത് ചിന്തിക്കുക. ദൈവം പോലും വരണ്ടു പോയി. ഇവൻ പറഞ്ഞു ഇറങ്ങിയില്ല, ഇവൻ വെട്ടും. ഇറങ്ങി, അതാ ഫെയ്ത്ത്. ആമേ. ചില പറയണം മഴ പെയ്തോണ്ട് യേശുവിൻ്റെ നാമത്തിൽ മഴ നിൽക്കാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ മീറ്റിംഗ് പോകത്തില്ല. പോയില്ല, നിനക്കെന്തോ? ദൈവത്തിനെന്തോ? നീ പോയിരിക്കും. കാരണം മഴ തോന്നി നീ വണ്ടി പിടിച്ചു പോകും. നിന്റെ ഫെയ്ത്ത് ഒന്നും അത്ര സ്ട്രോങ് അല്ലെന്നേ. ആമേൻ പറഞ്ഞാട്ടെ. പോളിയോങ്കിച്ചയുടെ സഭയുടെ തുടക്കം മുടന്തനായ ഒരു മനുഷ്യൻ വന്നപ്പം എഴുന്നേപ്പിച്ചിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു, എഴുന്നേക്കാനാ പറഞ്ഞു. അങ്ങനൊന്നും അല്ല, എഴുന്നേപ്പിച്ചിട്ട് തെള്ളി വെട്ടിയപ്പോൾ അവൻ താഴെ പോയി. ജനമെല്ലാം കൂടെ അയ്യോ കാലൊടിഞ്ഞു. കൊണ്ടുവരാൻ പറഞ്ഞു. അതാ ഫെയ്ത്ത്. കൊണ്ടുവിടാതെ പറഞ്ഞു. പിന്നെയും തള്ളി. പിന്നെ 3ാമത്തെ തള്ളിന് അവൻ ഓടിപ്പോയി. ഇതിനകത്ത് ചില വിശ്വാസ വീരന്മാർ എഴുന്നേക്കുന്നു.
ഇതിനകത്ത് വിശ്വാസ വീരന്മാർ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ഈ പത്തനംതിട്ടയിൽ ആവശ്യമുണ്ട്, കേരളത്തിൽ ആവശ്യമുണ്ട്, ട്രിവാൻഡ്രം ജില്ലയ്ക്ക് ആവശ്യമുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. ഉപവാസത്തിന്റെ എത്ര ദിവസം? 7-ാം ദിവസം ഒരു ദൂത്, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളതാ. അതെന്താ? നിങ്ങളുടെ മേൽ നിക്ഷേപിച്ചതെല്ലാം ദൈവത്തിൻ്റെതാ. ഞാനൊരു വീട് വെച്ചു, ആ വീട് ഞാൻ കാശ് മുടക്കി എൻ്റെ പേരെഴുതി, അത് എനിക്കുള്ള വീടാണ്. ആമേ, ഞാൻ ദൈവത്തിനുള്ള എന്ന് പറയാൻ കാര്യം എന്നാ, ഉള്ളതല്ല ദൈവത്തിൻ്റെതാ. വീണ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെത്, രക്തം ദൈവത്തിൻ്റെത്, അഭിഷേകം ദൈവത്തിൻ്റെത്, കൃപാവരം ദൈവത്തിൻ്റെത്, എൻ്റെ ആയുസ് ദൈവത്തിൻ്റെത്. നിങ്ങൾ നിക്ഷേപിച്ച് നിങ്ങൾ അധ്വാനിച്ച വല്ലതും ഉണ്ടോ? നിങ്ങൾ അധ്വാനിച്ചത് വല്ലതും ഉണ്ടോ? ആമേൻ, ആമേൻ. കൊച്ചിനെ തന്ന ദൈവം, വിവാഹം നടത്തിയ ദൈവം, കുടുംബജീവിതം സമാധാനമാക്കിയ ദൈവം. ഓ, ഒരാമേൻ പറ. നിങ്ങൾക്ക് വേണ്ടി ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ലേ? കുറച്ച് മതി. കർത്താവിന് വേണ്ടി ജീവിക്കുക. കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം ദൈവം നോക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട്, ഹോളി സ്പിരിറ്റിനെ ഞാൻ അനുവദിക്കുന്നത് കൊണ്ട്, ഞാൻ ഇതിലൊക്കെയും പൂർണ്ണ ജയം. ഞാൻ എനിക്ക് ചിന്തിക്കാറുണ്ട്, പഴയ നിയമത്തിൽ ഇസ്രായേലിനെ കുറിച്ച് ബൈബിള് കർത്താവ് പറഞ്ഞ കാര്യം, ഒരു ബലഹീനനും അതിലുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങ് അത്ഭുതപ്പെടാറുണ്ട് ആ വാക്യം വായിച്ചിട്ട്. ഒരു ബലഹീനനും, 6 ലക്ഷത്തിലധികം വരുന്ന ജനത്തെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറയുക, അതിലൊരു ബലഹീനനും. പിന്നെ പെറുവിറുപ്പും വിഷയങ്ങളും നിമിത്തം ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ, ഒരു ബലഹീനം ഉണ്ടായിരുന്നില്ല. ആമേൻ, ആമേൻ. ഞാൻ ഒരു പിന്നെ 1 കൊരിന്ത്യർ 10:1-2 വേഗം വായിച്ചേ. 1 കൊരിന്ത്യർ 10:1-2 വേഗം വായിച്ചേ. സഹോദരന്മാരെ എടുത്തു വെച്ചിരിക്കുമായിരുന്നു. വെരി ഗുഡ്, വായിച്ചോ. മോളെ ഒരു മിനിറ്റ്. മേഘത്തിൻ്റെ കീഴെ ആയിരുന്നു നമ്മുടെ പിതാക്കന്മാരൊക്കെ. മേഘത്തിൻ്റെ കീഴെ ആയിരുന്നു. ഏത് മേഘം? അഗ്നിസ്തംഭം, മേഘസ്തംഭം അതിൻ്റെ കീഴെ ആയിരുന്നു. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണേ. സമുദ്രത്തിലൂടെ മുങ്ങിയെന്നല്ല, കടന്നെന്ന. സമുദ്രത്തിലൂടെ കടന്നു. നിങ്ങൾ ഇനി എന്നെ നോക്കിക്കോ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ, വചനമാ. സമുദ്രത്തിലൂടെ കടന്നു, ക്രോസ് ചെയ്തു. ഹല്ലേലൂയ. വേദപുസ്തകം അത് സ്നാനത്തിൻ്റെ ഒരു മുൻകുറി. അപ്പൊ എൻ്റെ ചോദ്യം, അത് സ്നാനം, കടന്നതിനെ സ്നാനമെന്ന് പറഞ്ഞു, കടന്നതിനെ സ്നാനമെന്ന് പറഞ്ഞു. നമ്മൾ കടന്നതല്ല, നമ്മൾ മുങ്ങിയതാ. ആമേൻ. കടന്നവനെ നോക്കി പറഞ്ഞു ബലഹീനനില്ലെന്ന്. മനസ്സിലാവുന്നുണ്ടോ? കടന്നതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ബലഹീനൊന്നും ഇല്ലെന്ന്. അപ്പൊ മുങ്ങിയവന്റെ ജീവിതത്തിലോ? ആമേൻ. ചില കട്ടിയായി പോകുന്നു തോന്നുന്നുണ്ടോ? അതോ ഇനി കല്ലറയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസർ 4 ദിവസം കുഷ്ഠരോഗി, ഇത് പറയണോ? ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങല്ലേ. ഉറങ്ങി വീണ അമ്മാമയ്ക്ക് പോയി നട്ടലൊടിയത്തേ ഉള്ളൂ. ഇവിടെ ഒരു രക്ഷയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ല വാസ, ഞങ്ങൾ പിന്നെ ഏലിയാവ്, മഴ, ഇതൊക്കെ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ കടന്നവന്റെ ജീവിതത്തിൽ ബലഹീനന ഇല്ലെങ്കിൽ, നീ കടന്നതല്ല, നീ മുങ്ങിയതാ. അവർ മേഘത്തിന്റെ കീഴെ ആയിരുന്നു. ഇനി എന്നെ നോക്ക്.
മേഘത്തിന്റെ കീഴെ ജീവിച്ചവർക്ക് ബലഹീനതയില്ലെന്ന്. ആമേ. നീ മേഘത്തിന്റെ കീഴെയല്ല, നീ മേഘത്തിനകത്ത. കീഴെ നിൽക്കുന്നവൻ തണലാ. തണലിൽ ജീവിച്ചവരാ പഴയ നിയമത്തിൽ ഭക്തന്മാർ. തണലിൽ അവർക്ക് തണലേ ഉണ്ടായിരുന്നുള്ളൂ. മരത്തിന്റെ കീഴെ തണലിൽ കിടക്കുന്നത് പോലെ ഒരു തണലിൽ ജീവിച്ച ഭക്തന്മാരുടെ ജീവിതത്തിൽ ബലഹീനതയില്ല. ആമേൻ. നിനക്ക് തണലല്ല, തണല് തന്നവനകത്തിരിക്കുക. പാസ് പിടി കിട്ടുന്നുണ്ടല്ലോ, അത് മതി. തണല് തന്നവൻ അകത്തിരിക്കുക. ആമേൻ. അച്ഛാ, തണല് തന്നവൻ അകത്തിരുന്നാ പിന്നെ നമ്മൾ മാത്രമല്ല, നീ പോകുന്നിടത്തും ബലഹീനതമാ. ആമേൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങൾ ഇനി 1 കൊരിന്ത്യർ 3-ാം അധ്യായം എടുത്തേ, 17, 3:17. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 3:17. വേഗം വായിച്ചു. ആ ആ ആ അടുത്ത വാക്യം. നാടിന്റെ ഒന്നല്ലയോ? മതി മതി മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ പ്രാപിച്ചെന്ന് എന്ന് പറഞ്ഞാൽ പൗലോസ് പറയാ, കരുണ കൊണ്ട് കിട്ടിയുടെ ശുശ്രൂഷയുടെ മഹത്വം അറിഞ്ഞെന്ന്. ശുശ്രൂഷയുടെ മഹത്വം, ശുശ്രൂഷയുടെ 3:14 വായിച്ചേ മോളെ. അല്ല, അതിന് മേളത്തെ വാക്യം വായിച്ചു. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം. ഒരു മിനിറ്റ്, തൂവാലെൻ്റെ നോക്കട്ടെ, മനസ്സിലാക്കാൻ വേണ്ടിയാ കേട്ടോ. ആമേൻ. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം. അപ്പൊ നേരത്തെ എന്താ? പഴയ നിയമ ശുശ്രൂഷയിൽ വെളിപ്പെട്ട തേജസ് നീങ്ങിപ്പോയി, അതങ്ങ് പോയി. മോശ ഇറങ്ങി വന്നപ്പോൾ ജനം പറഞ്ഞു, നിന്റെ മുഖത്ത് നോക്കാൻ വയ്യ, ത്വക്ക് പ്രകാശിക്കുന്നു. അതുകൊണ്ട് അവൻ എന്താ ചെയ്തു? മൂടുപടം ഇട്ടു. പക്ഷെ ഇറങ്ങി വന്നപ്പോൾ തേജസ് പോയി. കൂടി ഇരിക്കുമ്പോഴേ തേജസ് ഉള്ളൂ, ഇറങ്ങി വന്നപ്പോൾ തേജസ് ഇല്ല. നാപ്പോസം ഇരുന്നില്ലേ മോശ ദൈവത്തിനോട്? അന്നേരം തേജസ് ഉണ്ടായിരുന്നു. ഇറങ്ങി വന്നപ്പം നീങ്ങിപ്പോയെന്ന്. മനസ്സിലായോ? കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി, എല്ലാവർക്കും പിടികിട്ടത്തില്ല. എന്നാലും പഴയ നിയമത്തിലെ മോശയിൽ വെളിപ്പെട്ട തേജസ് നീങ്ങിപ്പോയെന്ന്. 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളെന്ന്. വായിച്ചേ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നീങ്ങിപ്പോയതിന് അന്തം. അല്ല, ആരുടെ മനസ്സ്? അതെന്താ കാര്യം? അച്ഛാ, അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയെന്ന്. ആരുടെയാ? ഇസ്രായേൽ മക്കളെ. അതെന്താ കാര്യം? വല്ലവന്റെ ദേശത്ത് കണ്ടതേ ഉള്ളൂ. പറഞ്ഞോ. അയ്യോ അച്ഛാ, ഇങ്ങോട്ട് എത്താ. ചങ്ങനാശ്ശേരിന്ന് വന്നല്ലേ? അമ്മേ, മോശയിൽ വെളിപ്പെട്ട തേജസ് കണ്ടതേ ഉള്ളൂ, കാണാനേ ഭാഗ്യം ലഭിച്ചുള്ളൂ.
അതുകൊണ്ട് ഹൃദയം കഠിനപ്പെട്ടു പോയി കുറെ കഴിഞ്ഞപ്പോൾ. ആണോ മോളെ? 1 യോഹന്നാൻ 1:1 വായിച്ച്. 1 യോഹന്നാൻ 1:1-2 വാക്യം വായിച്ച്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും അവര് കണ്ടതേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. കണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്തു? പേരെന്തുവാ? ലിസി സിസ്റ്റർ. പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒന്നും ചെയ്തൊന്നുമില്ല. ഇങ്ങനെ വരുന്നുണ്ട് എന്നെ നോക്കി ഒന്നുമില്ല. പേരൊക്കെ ധൈര്യോട് പറഞ്ഞു. അമ്മേ ലിസി സിസ്റ്ററെ, കണ്ടതേ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ടെൻഷൻ. ആമേൻ. പുതിയ നിയമത്തിലെ വിശ്വാസിയാണോ? പുതിയ നിയമത്തിലാണോ? കൃപായുഗത്തിലാണോ? ആണോ? ആണെങ്കിൽ നീ കാണാൻ വിളിച്ചതല്ല, നിന്നെ തൊടാൻ വിളിച്ചതാ. ആമേൻ. Glory to God. ആമേൻ. സങ്കീർത്തനം വായിക്കുന്ന തെറ്റാണോ? സങ്കീർത്തനം വായിക്കുന്ന തെറ്റാണോ? ഇല്ല, വായിക്കണം. പാസ്റ്റർ ഇത് വായിക്കണം, വായിപ്പിക്കണം. പക്ഷെ അതിനകത്ത് തന്നെ നിന്നാൽ നീ നാളെ ഒരു ദാവീദായി പോകും. ദാവീദിന്റെ അവസ്ഥ അറിയാമല്ലോ. ആമേൻ പറഞ്ഞില്ല. പ്രൈസ് ഗോഡ്. അതറിപ്പോയി, ഇടറിപ്പോയി, ഓടി ഒളിക്കേണ്ടി വന്നു. ആമേ, എങ്ങോട്ടെന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കേണ്ടി വന്നു. നീ ദാവീദിനെ പോലല്ല, നീ യേശുവിനെ പോലെ ആകേണ്ടവനാ. ഒരാമയും പറഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മളെ കാണാൻ വിളിച്ചതല്ല, തൊടാൻ വിളിച്ചതാ. ആമേ. കാണാൻ വിളിച്ചതുകൊണ്ടാണ് ഈ പാട്ട് മുമ്പേ പാടിയത്. നീ തകർന്നവൻ, ഞങ്ങളെ തകർത്ത് കളഞ്ഞല്ലോ പോനെ. നല്ല ശബ്ദം, നല്ല സൂപ്പർ ശബ്ദം, നല്ലതായിട്ട് പാടി. ഹല്ലേലൂയ. പക്ഷേ വർഷിപ്പ് സോങ് പാടണം, യേശുവിനെ ഉയർത്തുന്ന പാട്ട് പാടണം. ആമേൻ. ജനത്തിന് ജീവൻ വരുന്ന പാട്ട് പാടണം. ഹല്ലേലൂയ. ആ പാട്ട് തെറ്റൊന്നും അല്ല, നല്ല പാട്ടാണ്. കാണാനല്ല, പിന്നെ തൊട്ടോ? തൊടാൻ വിളിച്ചതാ. എന്തിനു വിളിച്ചാ മാമേ? കർത്താവിനെ എന്തിനു വിളിച്ചാ? കർത്താവിനെ തൊടാൻ വിളിച്ചതാ. വായിച്ചോ. നീങ്ങിപ്പോതിന് അന്തം. അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ. ജുബിനിങ് വന്നേ. ഏതായാലും ഇവിടം വരെ വന്ന് പാസ്റ്റേ കുറെ പറയണ്ടങ്ങ് പോവാ. മോശ മൂടുപടം ഇട്ട് വെച്ചേക്കുക. 10 മിനിറ്റ് അല്ലെ 50 മിനിറ്റ് അല്ലെ 1 മണിക്കൂർ തേജസ് പോയപ്പോൾ മൂടുപടം പോയി. പിന്നെ മൂടുപടത്തിന് ആവശ്യമുണ്ടോ? ഇല്ല, തേജസ് ഇല്ല. ആമേൻ. 6 ലക്ഷത്തിലധികം വരുന്ന ജനം ഇത് കണ്ടു. കണ്ടപ്പം അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയെന്ന്. കണ്ടപ്പോ കഠിനപ്പെടാൻ കാര്യം എന്താ? അവരനുഭവിച്ചില്ലെന്നാ അല്ലേ? അവരനുഭവിച്ചില്ല. ഇനി അനുഭവിച്ചില്ലെന്ന് മാത്രമല്ല, അവർക്കിത് വേണമെന്നുമില്ല. അവർക്കിത് വേണമെന്നും ഇല്ല. കാര്യം എന്നറിയാമോ? അവർക്ക് വേണ്ടത് മന്ന, കാടപ്പക്ഷി, തുണി, ശീമാട്ടിയിലെ സാരി. ആരും മിണ്ടുന്നേ ഇല്ല. ആമേൻ. ഹല്ലേലൂയ. അച്ഛൻ ഇപ്പം ഇങ്ങ് വരും എന്ന് പറഞ്ഞാൽ ഗൾഫിലാ, എല്ലാം പോയി ഇങ്ങോട്ട് വരും.
സ്തോത്രം. സഹകരണ ബാങ്കുകാർ ഓടി നടക്കുന്നു. അമ്മേ കടമെടുത്തപ്പോൾ ഓർത്തില്ല. എന്തുവാ പ്രാർത്ഥിക്കണ്ടേ? ആ ലോൺ തള്ളിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ കൊടുക്കാനുള്ള പൈസ തള്ളിപ്പോൻ ഞങ്ങൾ പ്രാർത്ഥിക്കണോ? സ്തോത്രം. പാസ്റ്റർ, ഈ ജനത്തിന് ഇത് വേണ്ട പാസ്റ്റേ. ഈ തേജസ്സോ സാന്നിധ്യമോ കർത്താവോ ഇതൊന്നും വേണ്ട. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോഴേ എത്ര പേര് സ്തോത്രം പറഞ്ഞ പാസ്റ്റർ നോക്കിയേ. പലർക്കും ഇത് വേണ്ട. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇത് പറഞ്ഞാൽ മതിയെന്ന്. കാരണം ഇതിനകത്ത് പിടുത്തമുള്ള ചിലർ കയറിയിട്ടുണ്ട്. ഓ ആമേൻ. മോനെ സോറി. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, മൂടുപടം എവിടെ ആയിരുന്നു? ആരെ മൂടുപടം ഇട്ടത്? മോശ. പക്ഷെ മോശ മൂടുപടം ഇട്ടതേ ഉള്ളൂ. പക്ഷെ ബൈബിള് പറയുന്നു ആ മൂടുപടം ജനത്തിൻ്റെ ഹൃദയത്തിലോട്ട് വീണു. മോശ മൂടിയത് ജനത്തിൻ്റെ ഹൃദയത്തിൽ വീണു. ആമേൻ. 3:10 വായിച്ചേ മോളെ. 2 കൊരിന്ത്യർ 3:10. ആ ആ ആ ആ അടുത്തത്. ആ ആ ആ വായിച്ചു. ആ ആ ആ ആ ആ അവരുടെ ആരാ? ഇസ്രായേൽ മക്കളുടെ മനസ്സ് ആരെ മൂടുപടം ഇട്ടത്? മോശ. ആരുടെ ഹൃദയം കഠിനപ്പെട്ടു? കണ്ണ വീണത് ചങ്കത്ത് കൊണ്ടു. കണ്ണ വീണത് ചങ്കത്ത് കൊണ്ടു. വായിച്ചു അടുത്തത്. ആ ആ നിങ്ങൾ എന്നെ കുറ്റം പറയലും ഞാൻ ബൈബിളാണ് പഠിപ്പിക്കുന്നത്. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം ഇന്നും ഇരിക്കുന്നു. എവിടെ? നിന്റെ ഹൃദയത്തിലിരിക്കുന്നു, നിന്റെ മനസ്സിലിരിക്കുന്നു. നിങ്ങൾക്കൊരു ശുഭവാർത്തയുണ്ട്. അടുത്ത വാക്യം. പോരാ നല്ലതായിട്ട് കൈയടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ശരിക്കും കർത്താവിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ഒന്ന് മഹത്വം കൊടുത്തേ പറ്റത്തുള്ളൂ. പോരാ. ക്രിസ്തുവിൽ ഈ മൂടുപടം. എഫേസ്യ ലേഖനം 2:14 വായിച്ചേ. എഫേസ്യ ലേഖനം 2:14. ഷടാന്ന് വായിക്കാം. പെട്ടെന്ന് വായിച്ചാൽ പെട്ടെന്ന് നിർത്താം. ആ ആ ഇരുപക്ഷത്തെ മോർണിംഗ് വന്ന ഒന്നുകൂടെ വാ. ഇരുപക്ഷത്തെ എവിടെ മൂടുപടം കിടന്നേ? ഹൃദയത്തിൽ. ഇപ്പൊ ഈ മൂടുപടം എവിടെ കിടന്നു? ഹൃദയത്തിലുമുണ്ട്, അപ്പുറത്തുള്ളവനെയും വേണ്ട, ഇപ്പുറത്തുള്ളവനെയും വേണ്ട.
അവനെ വേണ്ട, ഇവനെ വേണ്ട. നീ അടിച്ചാൽ ഞാൻ അടിക്കും. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. തട്ടിയാൽ ഞാൻ തട്ടും. കൊല്ലിന് കൊല. ആമേൻ. തിന്മയ്ക്ക് പകരം തിന്മ. ഇവിടെ കിടന്ന സാധനം എവിടെ വന്നു? സെൻട്രി വന്നു. ആമേൻ. ആമേൻ. ജാതിയുടെ പുറകെ, ഞങ്ങളുടെ പുറകെ. ഹൃദയത്തിൽ വീണത് നടുക്ക് വീണു. ഹൃദയം കഠിനപ്പെട്ടപ്പോൾ ഒരു തലമുറയുടെ ബന്ധം പൊട്ടി. വായിച്ചു അടുത്ത വാക്യം. ന്യായപ്രമാണത്താനുള്ള ശത്രുത്വം. അപ്പം ന്യായപ്രമാണം എന്ത് കൊണ്ടുവന്നു? ശത്രുത്വം. എനിക്ക് ശോഭിക്കാൻ വേണ്ട, ശോഭിക്കാൻ തന്നെ വേണ്ട, ശത്രു. അതൊക്കെ പിന്നെ പറയാം. വായിച്ചു അടുത്ത വാക്യം. പിന്നെ പറയാ, ഇന്ന് പറയാൻ പറ്റത്തില്ല, പിന്നെ എവിടെ സമയം കിട്ടുമ്പോൾ പറയാം. വേർപാടിന്റെ നടുക്ക് വീണ മൂടുപടം പൊട്ടി. അടുത്തത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെ അവൻ ഒന്നാക്കി. ആമേൻ പറയണം. ഇരുപക്ഷത്തെ പറ. പറഞ്ഞേ. ഈ ചർച്ചിന്റെ പേരെന്താ? പക്ഷേ സീനായ് ഗോസ്പൽ മിനിസ്ട്രിയിൽ ആർക്കും വരാം. അല്ലേ? ജാതിയുണ്ടോ, ഗോത്രമുണ്ടോ? ഒന്നുമില്ല. ആർക്കും വരാം. പണ്ട് പറ്റത്തില്ല. ഇവിടെ ശത്രുത്വമില്ല. ക്രിസ്തു പൊളിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അഭിഷക്തന്മാർ നിങ്ങളുടെ ആഹ്വാനം തൻ്റെ ഇടത്തോടെ ചെയ്യുന്നു. ഗോത്രമില്ല, കുലമില്ല, കറത്തുന്നില്ല, വെളുപ്പമില്ല, ജാതി മത ഭേദമന്യേ ഈ ആലയത്തിലോട്ട് വരാം. ശരിക്ക് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറ. ശത്രുത്വം പൊളിച്ച ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശക്തി. Amen, 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 amen. Abra, tura, las calabri. Amen. Hallelujah. ഇരുപക്ഷത്തെ ഒന്നാക്കി വായിച്ചോ. ഇരുപക്ഷത്തെ ഒന്നാക്കി വായിച്ചോ. തന്നിൽ ഒരേ ശത്രുത്വം പൊളിച്ചപ്പം പുതുമനുഷ്യനായി. തന്നിൽ ഒരേ പുതുമനുഷ്യൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റിനകത്തെ മനുഷ്യൻ തന്നെ എൻ്റെ അകത്തും ഒരേ മനുഷ്യൻ, ഒരേ സ്വഭാവം. നിനക്കും സ്നേഹം, എനിക്കും സ്നേഹം. നിനക്കും ക്ഷമ, എനിക്കും ക്ഷമ. നീയും കൊടുക്കും, ഞാനും കൊടുക്കും. ആമേൻ പറഞ്ഞോട്ടെ. തൊടുവാ കേട്ടോ. ഹല്ലേലൂയ. ശത്രുത്വം ഇല്ല. അച്ഛൻ്റെ അകത്തും പുതുമനുഷ്യൻ, എൻ്റെ അകത്തും പുതുമനുഷ്യൻ. തന്നിൽ ഒരേ സ്വരം, ഒരേ ശബ്ദം, ഒരേ ഭാവം, ഒരേ മുഖം, ഒരേ പ്രത്യാശ, ഒരേ ആത്മാവ്, ഒരേ അഭിഷേകം, ഒരേ സ്വഭാവം, ഒരു സ്വർഗം, ഒരപ്പൻ. Amen. Hallelujah. Praise God. അതുകൊണ്ട് നമ്മൾ ഏത് വീട്ടിലും ചെല്ലും, ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കാരണം ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആ മനുഷ്യൻ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കണമെന്നും കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. മൂടുപടം മുഖത്തുനിന്ന് മാറി, ഹൃദയത്തിൽ നിന്ന് മാറി, നടിച്ചുവരിൽ നിന്ന് മാറി. ഇപ്പം ഞങ്ങളുടെ അകത്ത് പുതുമനുഷ്യനായി,
മൂടുപടമില്ലാത്ത മനുഷ്യൻ, മൂടുപടമില്ലാത്ത മനുഷ്യൻ. നല്ല രാമൻ പറഞ്ഞാട്ട് മത്തായിച്ച മൂടുപടമില്ലാത്ത ഒരാൾ നിന്റെ തിരിപ്പുണ്ട്. മൂടുപടമില്ലാത്ത ഒരാൾ നിന്റെ തിരിപ്പുണ്ട്. മൂടുപടമില്ലാത്ത ഒരാൾ നിന്റെ തിരിപ്പുണ്ട്. മൂടുപടമില്ലാത്ത ഒരാൾ നിന്റെ തിരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ മൂടുപടം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ പുള്ളിക്ക് വലിയ അറിവൊന്നും ഇല്ല. പുള്ളിയെ അറിയിക്കാനാണ് ഈ കൂട്ടായ്മ, പുള്ളിയെ അറിയിക്കാനാണ് വചനം. നിനക്ക് വേണ്ടി ഒരാൾ മരിച്ചായിരുന്നൊന്ന് അറിയിക്കാനാണ് ഈ കൂട്ടായ്മ. നിന്റെ മേൽ വ്യാപരിച്ച പുതുമനുഷ്യന് വലിപ്പം വർദ്ധിക്കട്ടെ. നിന്റെ അകത്തെ പുതുമനുഷ്യന് ഹൈറ്റ് വർദ്ധിക്കട്ടെ. നിന്റെ അകത്തിരിക്കുന്ന പുതുമനുഷ്യന് വീതി വർദ്ധിക്കട്ടെ. നീളവും ഗുണവും വീതി ആഴവും ഉയരവും അറിയുന്ന പ്രിയരെ, ആമേൻ, ആമേൻ. ഈ പുതുമനുഷ്യനെ കർത്താവ് നമുക്ക് തന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇനിയും 3:14 1 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം ആ വാക്യം തന്നെ. നീ പോകുന്നതിന് അന്തം ഞാൻ വേഗത്തിൽ അങ്ങ് പറയാം. നിങ്ങൾ നോക്കി, ഹാലജൻ ബൾബ് കത്തി കിടക്കുക. ഹാലജൻ ബൾബ് നല്ല വോൾട്ടേജ് ഉള്ള ഹാലജൻ ബൾബ് കത്തി കിടക്കുക. പക്ഷെ നമുക്കിഷ്ടം 0 വോൾട്ടേജാണ്. നമ്മുടെ പ്രശ്നം അതാ. നമുക്ക് നല്ല ഹാലജൻ ബൾബാണ് കത്തിക്കിടക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ മിനിസ്ട്രി കത്തിക്കിടക്കുക. തേജസ്സിൻ്റെ മേൽ തേജസ്. ഹല്ലേലൂയ. ശവസംസ്കാര ശുശ്രൂഷയല്ല, ഉയർപ്പിൻ്റെ ശുശ്രൂഷ. ശിക്ഷാവിധിയുടെ ശുശ്രൂഷയല്ല, നീതിയുടെ ശുശ്രൂഷ. അപമാനത്തിൻ്റെ ശുശ്രൂഷയല്ല, തേജസ്സിൻ്റെ ശുശ്രൂഷ. അല്ലേ? ഈ ശുശ്രൂഷ മുമ്പിൽ കിടക്കുമ്പോഴും നമുക്കിപ്പോഴും 0 വോൾട്ടേജ്. ദാവീദ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ ആരും മിണ്ടുന്നില്ല. ആമേൻ. അത് വേണ്ടെന്നാണോ? അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ പ്രാർത്ഥിച്ചോ. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ലെന്ന് പറയാൻ വേറെ വെളിപ്പാടുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം. എഫേസ്യ ലേഖനം 1:4 എടുക്കണ്ട. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. ഓൾറെഡി നിങ്ങൾ ബ്ലസ്ഡാ. ഈ അനുഗ്രഹം നിന്റെ അകത്തെ മനുഷ്യൻ അറിഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചതുപോലെ ആ റിയാലിറ്റിയിലൊന്ന് ജീവിക്കാൻ. എൻ്റെ പാസ്റ്ററെ, ആ റിയാലിറ്റി ജീവിച്ച ഈ നാടല്ല, ട്രിവാൻഡ്രം പിടിക്കും. നമുക്ക് ആ റിയാലിറ്റി ജീവിക്കണം. നമ്മുടെ ഹൃദയം ആ റിയാലിറ്റി അറിയണം. ക്രൂശിൽ നടന്ന സത്യം എൻ്റെ ഹൃദയം അറിയണം. എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, ഞാനൊരു സഹോദരനെ പോലെ പറയുക, നിങ്ങൾ ഇന്നു മുതലൊന്ന് പ്രാർത്ഥന മാറ്റുക. ക്രൂശിൽ നടന്ന ആ ഒരു നിവർത്തിയായ സത്യം എൻ്റെ ഹൃദയം ഒന്ന് അറിയട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി കര, അതിനുവേണ്ടി നിൽക്കുക ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഈ മൂടുപടം പോയി, നിനക്ക് തെളിച്ചമുണ്ടായി, നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടു. പക്ഷേ ഇപ്പോഴും നീ പുറകോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ പഴയ നിയമം വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പഴയ നിയമ ആചാരങ്ങളുടെ പുറകെ, പഴയ നിയമ അനുഷ്ഠാനങ്ങളുടെ പുറകെ, പഴയ നിയമ കൊലയുടെ പുറകെ, ഹല്ലേലൂയ, അവിടെ ഹല്ലേലൂയ ഒരളവിൽ ആ കൃപയുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ അളവില്ലാതെ കൃപയുടെ പുറകെ നീ പോകണം. ആമേൻ പറയണം. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അളവില്ലാതെ പകരുന്നൊരഭിഷേകം, അളവില്ലാതെ പകരുന്നൊരഭിഷേകം. നിങ്ങൾ അതിനെ പിടിക്ക് പ്രിയരെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഒറ്റ കാര്യം കൂടെ. നിങ്ങൾ പുതിയ നിയമത്തിൻ്റെ ഗ്ലാസ് വെച്ചിട്ട് വേണം പഴയ നിയമം വായിക്കാൻ. അപ്പോൾ പഴയ നിയമത്തിനകത്തുനിന്ന് ഇതുവരെ കിട്ടാത്ത വെളിപ്പാട് കിട്ടും. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് പഴയ നിയമമല്ല, പുതിയ നിയമം വായിക്കണം. പുതിയ നിയമം വായിച്ചിട്ട് പഴയ നിയമത്തിൽ പോകണം. അപ്പോൾ ദാവീദിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ കാണാം, അപ്പോൾ മോശയിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ കാണാം, അപ്പോൾ യാക്കോബിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ കാണാം. ആമേൻ പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. അല്ല വാസ, ഞങ്ങൾ പഴയ നിയമം വായിച്ചപ്പോഴും ശക്തിയൊക്കെ ഇറങ്ങിയായിരുന്നു. കാരണം അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ. അക്ഷരം പ്രസംഗിച്ചപ്പോഴും തേജസ് വെളിപ്പെടും. പോലോങ്കിച്ച ഒരു കാലഘട്ടം മുഴുവനും പഴയ നിയമം പ്രസംഗിച്ച് വെളിപ്പെട്ടോട്ടെ. പ്രൈസ് ഗോഡ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതിയ നിയമത്തിൻ്റെ റെവലേഷൻ കത്തിക്കഴിയുമ്പോൾ പഴയ നിയമത്തിൽ വെളിപ്പെട്ട തേജസ്സിനേക്കാൾ തേജസ്സിൻ്റെ മേൽ, ശക്തിയുടെ മേൽ, ഉയർപ്പിൻ്റെ മേൽ വലുതാ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നേ. ഇനി വായിച്ച കുറിവാക്യം വായിച്ചേ. ഇനി എന്നെ നോക്കിക്കേ. ഹല്ലേലൂയ. ആ പുതിയ നിയമ വെളിപ്പാടിൽ ജീവിക്കുന്ന നീ ജയോത്സവമായി നടക്കും. ആമേൻ. ആ തേജസ്സിൻ്റെ കണ്ണ് തുറക്കപ്പെട്ട നീ ആ ജയത്തിൽ നടക്കും. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നൊരു പേഴ്സൺ, വ്യക്തിത്വം എൻ്റെ അകത്ത് വസിച്ച് അവനെ അനുവദിച്ച് ജീവിക്കുമ്പോൾ ജയോത്സവം നടക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യം, അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന. അങ്ങനല്ലേ? വായിച്ചോ. എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ ജയോത്സവത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ വാസന വെളിപ്പെടും. ഞാൻ പ്രസംഗിക്കുക പോലും വേണ്ട വാസന, ഞാൻ വരുമ്പോഴേ അതിൻ്റെ വാസന വെളിപ്പെടും. ആ ജയത്തിൻ്റെ വാസന. എന്താ കാര്യം എന്നറിയാമോ? എൻ്റെ അകത്തിരിക്കുന്നത് ന്യൂ ടെസ്റ്റ്മെൻറ്റാ, എൻ്റെ അകത്തിരിക്കുന്നത് ക്രൈസ്റ്റാ, എൻ്റെ അകത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവാ. എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റാണ്. ഓ ജീസസ്. നല്ല ചൂടുണ്ടെന്ന് എനിക്കറിയാം, ആവി എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ അനുഭവിക്കുന്ന അതേ പ്രശ്നം ഞാനും അനുഭവിക്കുന്നുണ്ട്. പേടിക്കണ്ട. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറും. നമുക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച, എല്ലാ കണ്ണുകളും അല്പം മിനിറ്റുകൾ. ഒരു വാക്ക് നിങ്ങൾക്കൊന്ന് ഈ കേട്ട വചനത്തിൽ ഞങ്ങൾക്കൊന്നും ചിലപ്പോൾ മനസ്സിലായി കാണത്തില്ല. ഓക്കെ, നിങ്ങൾ ഇത് മാത്രം പ്രാർത്ഥിക്കുക. കർത്താവേ, ക്രിസ്തുവിൻ്റെ റെവലേഷൻ തരാൻ, പരിശുദ്ധാത്മാവിനെ അകത്തുനിന്ന് പോകുന്ന നിലയിൽ ഒരു പാപവും ചെയ്യാതിരിക്കാൻ, വളരെ ഗൗരവത്തോടെ ആത്മീയ കാര്യങ്ങളിൽ സമീപിക്കാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ പ്ലീസ്. നിങ്ങൾക്ക് ജയോത്സവമല്ല, നിങ്ങൾക്ക് പരാജയമാണെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിയില് ഞങ്ങൾക്ക് ജയോത്സവത്തിൽ നടക്കണം. കഷ്ടത ഉണ്ടാവും, പ്രശ്നമൊക്കെ ഉണ്ടാവും, പക്ഷെ വിഷയമല്ല. ഞങ്ങൾ ചിരിക്കും, ഞങ്ങൾ ആനന്ദത്തോടെ ആടും. എൻ കാൽകൾ ആനന്ദത്തോടെ ആടും. ഓ ആനന്ദത്തോടെ ആടും. എൻ കാൽകൾ ആനന്ദത്തോടെ ആടും. ആനന്ദത്തോടെ ആടും. എൻ കാൽകൾ ആനന്ദത്തോടെ ആടും. ആനന്ദത്തോടെ ആടും. എൻ കാൽകൾ ആനന്ദത്തോടെ ആടും. കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി, സങ്കടത്താൽ സ്തംഭിച്ചു ഒറ്റപ്പെട്ടു പോയെന്നാലും. കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി, സങ്കടത്താൽ സ്തംഭിച്ചു ഒറ്റപ്പെട്ടു പോയെന്നാലും. സന്ധ്യയിൽ വിരാമം വന്നു നിഴൽ മൂടിയാലും. മുൻപിൽ വിളയാടും. ആനന്ദത്തോടെയാടും. എൻ കാൽകൾ ആനന്ദത്തോടെയാടും. ആനന്ദത്തോടെയാടും. എൻ കാൽകൾ ആനന്ദത്തോടെയാടും. കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി, സങ്കടത്താൽ സ്തംഭിച്ചു ഒറ്റപ്പെട്ടു പോയെന്നാലും. കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി, സങ്കടത്താൽ സ്തംഭിച്ചു ഒറ്റപ്പെട്ടു പോയെന്നാലും. സന്ധ്യയിൽ വിരാമം ഒന്നു നിഴൽ മൂടിയാലും. രാവിലെ ആനന്ദവൻ കണ്ണിനോട് വിളയാടും. ആനന്ദത്തോടെയാടും. എൻ കാൽകൾ ആനന്ദത്തോടെയാടും. ആനന്ദത്തോടെയാടും.
എൻ കാലുകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും 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 എല്ലാ എതിർശക്തികളും എല്ലാ ദുരാത്മാക്കളും യേശുവിന്റെ നാമത്തെ അഴിയ ഈ ശരീരങ്ങളെ വിടാൻ കൽപ്പിക്കുന്നു. യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ വ്യക്തികളും അഴിഞ്ഞു ഫ്രീയാവണം. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു ശാപശക്തികൾ അഴിഞ്ഞ് നല്ലവൻ ഈ ജനം ഫ്രീയാവണം. കൂടെയുള്ളവൻ നിങ്ങൾ ആത്മാവിലൊന്ന് ശ്രദ്ധിച്ച് പുതിയ ദൈവത്തിന്റെ ശക്തി പുതിയ ദൈവത്തിന്റെ ശക്തി ശക്തി ദൈവത്തിന്റെ ശക്തി ആ പുതിയ ദൈവത്തിന്റെ കൃപ തേജസ്സിന്റെ കൃപ നീതിയുള്ള കൃപ ഉയർപ്പിന്റെ കൃപ മൂടുമലത്തെ പൊട്ടിച്ച കൃപ ഈ ജഗത്തിന്റെ ഹൃദയത്തിനകത്തുനിന്ന് മൂടുമലം അഴിഞ്ഞ് ക്രൈസ്റ്റിലേക്കൊരു എൻട്രി ക്രിസ്തുവിലേക്കൊരു എൻട്രി കണ്ടു കണ്ടു ആനന്ദത്തോടെയാണ് കാൽകൾ ആനന്ദത്തോടെയാകും നിങ്ങളുടെ കരം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? നിങ്ങളുടെ രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പുതിയ നിയമത്തിലേക്ക് ഒരു എൻട്രി, ക്രൈസ്റ്റിലേക്ക് ഒരു എൻട്രി. ഹല്ലേലൂയ. ഭാരപ്പെട്ടും മരണഭയവും ശത്രുത്വം കൊണ്ട് നിറഞ്ഞ ആ കെട്ടിനകത്തുനിന്ന് ഈ തലമുറ പുറത്തു വരാൻ, യേശുവിന്റെ നാമത്തിൽ പുറത്തു വരാൻ ഇന്ന് പകൽ ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. വെളിയാറുടെ ആശ അറിയട്ടെ. വെള്ളത്തിൽ വല്ലഭത്തിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയട്ടെ. ഇവരുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കട്ടെ. ഹൃദയത്തിൽ മൂടിയ, മനസ്സിനെ മൂടിയ ആ പുതപ്പ്, ആ മൂടുപടം ഇന്ന് പകൽ അഴിയട്ടെ. എന്നിട്ട് ഇവർ ജയോത്സവമായി നടക്കട്ടെ. എല്ലായിടത്തും പോകുന്നിടത്തും വരുന്നിടത്തും ചർച്ചിലും ഇരിക്കുന്നിടത്തും ബിസിനസ് സ്ഥാപനങ്ങളിലും ഇവർ ജയത്തോടെ ജീവിക്കട്ടെ. ഇവർ ജയത്തോടെ ജീവിക്കട്ടെ.
ജീവിക്കുകയല്ല, ആ ജീവിതത്തിന്റെ സൗരഭ്യ വാസന ലോകമറിയട്ടെ, ലോകമറിയട്ടെ. നീ നിന്റെ അകത്തിരിക്കുന്ന കർത്താവ് ആരാന്ന് ചോദിക്കുന്ന നിലയിൽ ഇവരൊരു വാസനയായി മാറട്ടെ. അതിന്റെ അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. അതിനടുത്ത വാക്യം നിങ്ങൾ എടുക്കണ്ട, ഇങ്ങനെ പറയുന്നത്: രക്ഷിക്കപ്പെടുന്നവരുടെ നടുവിലും നശിച്ചു പോകുന്നവരുടെ നടുവിലും ഞങ്ങൾ ജീവന്റെ വാസനയായി മാറുന്നു. ഓ, ഞങ്ങൾ കർത്താവിന്റെ വാസനയായി മാറുന്നു. ചിലർക്ക് മരണത്തിലേക്കുള്ള വാസന, ചിലർക്ക് ജീവനിലേക്കുള്ള വാസന. ഇന്ന് പകൽ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിര്. ഞങ്ങൾക്ക് മരണത്തിലേക്കുള്ള വാസനയല്ല, ഞങ്ങൾക്ക് ജീവനിലേക്കുള്ള വാസന. കർത്താവേ, കരമൊന്ന് ഉയർത്തി പിടിച്ച് ഇവരെ കണ്ണ് തുറക്കട്ടെ, കണ്ണ് തുറക്കട്ടെ, ഇവരുടെ ഉൾക്കണ്ണുകൾ തുറക്കട്ടെ. ഏലിയാവിനെ വേണം, ദാവീദിനെ വേണം, യാക്കോബിനെ വേണം. ഞങ്ങൾ അബ്രഹാം ഞങ്ങൾ ബഹുമാനിക്കുന്നു. അത് നിഴല ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് കിട്ടിയ വെളിപ്പാടിൽ വിശ്വസ്തയോടെ അവർ ജീവിച്ചു. എന്നാൽ ഇന്ന് പകൽ ഞങ്ങളുടെ അകത്ത് വീണ ആ ഒരു വെളിപ്പാട് അത് ജീവനിലേക്കുള്ളതാ, അത് കർത്താവിലേക്കുള്ളതാ, അത് കർത്താവ് ഞങ്ങളിൽ വെളിപ്പെടുന്ന വെളിപ്പാടാ. ഓ, ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ, ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ. ഒന്നു ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ഞാൻ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഇവർ കർത്താവ് ഇവരുടെ മൂടുപടങ്ങളെ മാറ്റി. ഇവർ രക്ഷിക്കപ്പെട്ടപ്പം ഇവർക്ക് ആ മൂടുപടം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന മൂടുപടം ഇവർ അതിനെ വലിപ്പമുള്ളതാക്കി. ഇന്ന് പകൽ ആ മൂടുപടത്തെ കീറിക്കളയുന്നു. ഈ 2025 പ്രവേശിക്കാനിരിക്കുന്ന ചില ദിവസങ്ങൾ അവശേഷിക്കെ സിനായ് മിനിസ്ട്രിയിൽ ഈ ജനത്തെ ക്രൈസ്റ്റ് റവലേഷനിലേക്ക് തിരിയട്ടെ. ലേഖനങ്ങൾ, സുവിശേഷങ്ങൾ, വെളിപ്പാടുകൾ വായിച്ചവർ കത്തട്ടെ. മുമ്പേ പാസ് പറഞ്ഞതുപോലെ എമ്മവോസിലേക്ക് പോയവരുടെ ഹൃദയം തുറന്നതുപോലെ ഈ ജനത്തിന്റെ ഹൃദയം തുറക്കട്ടെ, വചനത്താൽ തുറക്കട്ടെ. ഞങ്ങളെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം, ഇതിലൊക്കെയും ജയം. ഈ വെളിപ്പാട് ജീവിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഉപയോഗിക്കണേ ഇനിയുമെന്നെ ഉണർവിനാ, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയുമെന്നെ ഉണർവിനാ, ഉപയോഗിക്കണേ അണയാത്ത ഓരഗ്നിയായി കത്തുന്ന
യേശുവേ ആരാധന ആരാധന. കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി. ആരാധന യേശുവേ ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ ഓഹോ യേശുവേ ആരാധന ആരാധന. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. സഭ ശബ്ദമുയർത്തി ആരാധന യേശുവിന്.